ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, ഇബ്നു ഖയ്യിം റഹിമഹുള്ളയുടെ മദാരിജ് സ്വാലിക്കീൻ എന്ന ഗ്രന്ഥത്തിലെ അഅ്മാലുൽ ഖുലൂബ് ക്രോഡീകരിച്ചിട്ടുള്ള അൽ ഇക്സീർ എന്ന ഗ്രന്ഥത്തിൽ കഴിഞ്ഞ ദർസിൽ നാം വായിച്ചിരുന്ന ഫസ്ൽ മൻസിലത്തുൽ ഖുലുഖിന്റെ സ്വഭാവവുമായി ബന്ധപ്പെട്ട മൻസിലത്തിന്റെ തുടർച്ചയായിട്ടുള്ള സുബുലു തഹ്ദീബിൽ അഖ്ലാഖ്, സൽസ്വഭാവത്തെ ഉണ്ടാക്കിയെടുക്കാൻ അല്ലെങ്കിൽ സ്വഭാവത്തെ നന്നാക്കിയെടുക്കാനുള്ള മാർഗങ്ങൾ എന്നുള്ളതാണ്. അതിൽ നാം കഴിഞ്ഞ ദർസുകളിൽ വിശദീകരിച്ചത് അതിൻ്റെ ഒരു തുടർച്ച കിട്ടാൻ വേണ്ടിയാണ്. കഴിഞ്ഞ ദർസുകൾ കേൾക്കാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയും കേട്ട ആളുകൾക്ക് ഓർമ്മപ്പെടുത്താനും വേണ്ടിയിട്ടാണ് എന്താണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അതായത് ഒരു മനുഷ്യനിൽ സ്വഭാവിയായിട്ടുള്ള പ്രകൃതിയുള്ള അല്ലെങ്കിൽ ജന്മന ഉള്ള സ്വഭാവങ്ങൾ, അത് നല്ലതും ഉണ്ടാകാം മോശപ്പെട്ടതും ഉണ്ടാകാം. നല്ല ഗുണങ്ങൾ അൽഹംദുലില്ലാഹ് അല്ലാഹു തആല നമ്മളിൽ പ്രകൃതിയെ ഒരുക്കിയിരിക്കുന്നു എന്നുള്ളത് അള്ളാഹുവിനെ സ്തുതിക്കേണ്ട കാര്യമാണ്. എന്നാൽ പൊതുവെ മോശപ്പെട്ടതായി അറിയപ്പെടുന്ന സ്വഭാവങ്ങൾ പലരിലും ഉണ്ടായേക്കാം. ആ സ്വഭാവങ്ങളെ എങ്ങനെയാണ് നന്നാക്കിയെടുക്കേണ്ടത് എന്നാണ് ഈ ഫസ്ലിൽ ചർച്ച ചെയ്യുന്നത്. അതിന് തുടക്കത്തിൽ ഒരു ഉപമ പറയുകയുണ്ടായി. അതിനുശേഷം എല്ലാ മനുഷ്യനും രണ്ട് ഖുവ്വത്തുകൾ ഉണ്ടാകും. എല്ലാ മനുഷ്യർക്ക് മാത്രമല്ല, എല്ലാ ജന്തുജീവജാലങ്ങളിലും രണ്ട് ഖുവ്വത്തുകൾ ഉണ്ടാകും. അതിലൊന്ന് ഗളബിയത്തും രണ്ട് ഷഹ്വാനിയത്തുമാണ്. നിങ്ങൾ വർത്താനം പറയാതെ ഇവിടെ ഇരുന്ന് ഉറങ്ങിയാലും കുഴപ്പമില്ല, പക്ഷെ സംസാരിക്കരുത്. ഒന്ന് ഗളബിയത്തും രണ്ട് ഷഹ്വാനിയത്തും. ഗളബിയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ ദോഷങ്ങൾ പ്രതിരോധിക്കാൻ ദേഷ്യം, അതുപോലെയുള്ള ആ രീതിയിൽ വരുന്ന സ്വഭാവങ്ങളുടെയാണ് ഗളബിയത്ത് എന്ന് പറയുന്നത്. ഷഹ്വാനിയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ ഉദ്ദേശങ്ങൾ, ആഗ്രഹങ്ങൾ, തേട്ടങ്ങൾ എന്നുള്ളത്. അപ്പൊ ഈ മനുഷ്യന് രണ്ട് ഖുവ്വത്തുകൾ ഉണ്ടാകും. അപ്പൊ ഈ രണ്ട് ഖുവ്വത്തുകൾ ഒരു മനുഷ്യനിൽ ഉണ്ടാകുമ്പോൾ, അവന്റെ ഖൽബിലേക്ക് എത്തുമ്പോൾ, അതിനെ നേരായ രീതിയിൽ ഉപയോഗിച്ചിട്ടില്ല എങ്കിൽ അത് അവന്റെ ഈമാനിനെയും ഖൽബിൽ അവൻ വളർത്തി ഊട്ടി വലുതാക്കിയിട്ടുള്ള മറ്റു പല കാര്യങ്ങളെയും തകർത്തു കളയും. അപ്പോൾ ഇതൊന്നും ശ്രദ്ധിക്കാത്ത ആളുകൾ, ദീനിയായി ജീവിക്കാൻ ആഗ്രഹിക്കാത്ത, പരലോകം ആഗ്രഹിക്കാത്ത അതുപോലെയുള്ള ആളുകൾ അവരെന്ത് ചെയ്യും? അവരതിനെ ശ്രദ്ധിക്കാതെ അവരെ ഈമാൻ തകർന്നു പോകും ഈ മോശപ്പെട്ട സ്വഭാവങ്ങൾ കാരണത്താൽ. എന്നാൽ അതല്ലാത്ത പരലോകം ഉദ്ദേശിക്കുന്ന, പരലോകത്ത് വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ മൂന്ന് രീതിയിൽ അതിനെതിരെ നിലകൊള്ളും. ഒന്നാമത്തെ കൂട്ടർ ചെയ്യുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ പ്രകൃതിയുള്ള ആ സ്വഭാവങ്ങളെ അതിൻ്റെ പൂർണ്ണമായി ഇല്ലാതാക്കാൻ വേണ്ടി അതിനെതിരെ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും, ജിഹാദ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇത് നമ്മുടെ ജീവിതവുമായി ബന്ധിപ്പിച്ച് ചിന്തിച്ചാൽ പെട്ടെന്ന് മനസ്സിലാകും. അതായത് നമുക്കുള്ള ഒരു മോശപ്പെട്ട സ്വഭാവത്തെ ആലോചിക്കുക. അത് നമ്മൾ സ്വാഭാവികമായിട്ടും അള്ളാഹുവിനെയും പരലോകത്തെയും ആഗ്രഹിക്കുന്ന ഓരോരുത്തരും അതിനെ നന്നാക്കിയെടുക്കാൻ പരിശ്രമിക്കും. മൂന്നാലൊരു തരത്തിലായിരിക്കും നമ്മളിൽ ഓരോരുത്തരും അതിനെ നന്നാക്കിയെടുക്കാൻ പരിശ്രമിക്കുക, നന്നാക്കിയെടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ. ഒന്നാമത്തെ കൂട്ടർ തീരെ എന്നിൽ ഉണ്ടാകാൻ പാടില്ല, ആ സ്വഭാവം എന്നിൽ നിന്ന് പരിപൂർണമായി ഒഴിവാകണമെന്ന നിലക്ക് അതിന്റെ അടിസ്ഥാനം തന്നെ, അതിന്റെ അടിവേര് തന്നെ അറുക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും, മുജാഹദത്തു നഫ്സ് ചെയ്തുകൊണ്ടേയിരിക്കും. അവർക്കൊരിക്കലും അത് പരിപൂർണമായി ഇല്ലാതാക്കാൻ സാധിക്കില്ല. ചില സമയത്ത് അവർ വിജയിക്കും, ചില സമയത്ത് അവരുടെ ശരീരത്തിന്റെ ആ പ്രകൃതിയുള്ള സ്വഭാവം വിജയിക്കും, മാറി മാറി ഉണ്ടാകും. രണ്ടാമത്തെ കൂട്ടർ ആ മോശപ്പെട്ട സ്വഭാവങ്ങളെയോ ആ മോശപ്പെട്ട ഈ രണ്ട് ശക്തികളെയോ ഒന്നും ചിന്തിക്കാതെ അവർ ഈമാനിന്റെ സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഈമാൻ വർദ്ധിക്കുന്ന അതുപോലെയുള്ള ഇൽമും അമലുമായിട്ട് അതിനെ കെട്ടിപ്പടുക്കും. ഈമാൻ എന്ന കെട്ടിടത്തെ ശക്തമാക്കും. ഈമാൻ എന്ന വൃക്ഷത്തിന്റെ അടിവേരുകൾ കൽബിൽ ഉറപ്പിക്കും. അങ്ങനെയാകുമ്പോൾ ഈ രണ്ട് ശക്തികൾ വരുമ്പോൾ അതിനെതിരെ പ്രതിരോധിച്ചു നിൽക്കാനും അതിനെ തെറ്റിച്ചു കളയാനുമുള്ള ശേഷി ആർക്കുണ്ടാകും? അവർക്കുണ്ടാകും. ഇതാണ് രണ്ടാമത്തെ കൂട്ടർ ചെയ്യുന്നത്. മൂന്നാമത്തെ കൂട്ടർ അവർ ചെയ്യുന്ന കാര്യമാണ് നമ്മൾ അവസാനമായി പറഞ്ഞത്. മൂന്നാമത്തെ കൂട്ടർ എന്താണ് ചെയ്യുക? അവരിൽ പ്രകൃതിയാ ഉണ്ടാകുന്ന ഈ സ്വഭാവങ്ങളെ, അതിനെ മോശപ്പെട്ട സ്വഭാവങ്ങളെയോ മോശപ്പെട്ട ആഗ്രഹങ്ങളെയോ മോശപ്പെട്ട ഈ ശക്തിയെയോ
പിന്നെ ഗളബിയത്താവട്ടെ ഷഹ്വാനിയത്താവട്ടെ, അഥവാ കോപവും ദേഷ്യവും അതിന്റെ അടിസ്ഥാനത്തിലുള്ളതാവട്ടെ, ആഗ്രഹവും തേട്ടവും ഇച്ഛയും അതിന്റെ അടിസ്ഥാനത്തിലുള്ളതാകട്ടെ, അത് ശരിയായി ഉപയോഗിക്കേണ്ട സ്ഥലത്തേക്ക് ഉപയോഗിക്കുന്ന അവസ്ഥയിലേക്ക് മാറ്റും. അഥവാ അത് തെറ്റാവുന്ന മേഖലയിൽ അതിനെ ഒഴിവാക്കുകയും ശരിയായ മേഖലയിൽ അതിനെ ഉപയോഗിക്കുകയും ചെയ്യും. ഏതുപോലെ? ഒരു ചിപ്പിക്കകത്തെ മുത്തുപോലെ. ആ ചിപ്പി എന്നുള്ളത് ഒരു ഗുണമില്ല, പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാവില്ല, പക്ഷെ അതിന്റെ അകത്ത് മുത്ത് വില പിടിച്ചതായിരിക്കും. അതിന് ഉദാഹരണമായിട്ട് ഇബ്നുൽ ഖയ്യിം പറഞ്ഞു, കിബിർ എന്നുള്ള സ്വഭാവം. കിബിർ അഹങ്കാരം എന്നുള്ള ആ അരുവിയിൽ നിന്നാണ്, അല്ലെങ്കിൽ അഹങ്കാരത്തിൽ നിന്നാണ് പൊങ്ങച്ച നടിക്കുക, പെരുമ കൊള്ളുക, മറ്റുള്ളവരെ ഉപദ്രവിക്കുക, ശത്രുത വെക്കുക, അതുപോലുള്ള പല ദുസ്വഭാവങ്ങളും ഉണ്ടാകുന്നത്. എന്നാൽ ഇതേ അഹങ്കാരത്തിൽ നിന്നാണ് ഉന്നതമായ അഭിലാഷങ്ങളും മറ്റുള്ളവരുടെ മുമ്പിൽ നിന്ദ്യനാകാത്ത ഇജ്ജത്ത് ഉണ്ടാകലും, അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ശത്രുക്കളുടെ മേലെ പ്രതാപം കാണിക്കലും, അതുപോലുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നത് എന്തിൽ നിന്നാണ്? ഈ കിബിർ എന്നുള്ള അടിസ്ഥാന സ്വഭാവ ഗുണത്തിൽ നിന്നാണ് ഇതുണ്ടാകുന്നത്. അപ്പൊ ഇതേ കാര്യത്തിൽ നിന്ന് ഷെറായ കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്, ഹൈറായ കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ഈ ഒരു സ്വഭാവ ഗുണത്തിന്റെ അടിസ്ഥാനം ഹൈറായതിന് ഉപയോഗിക്കുമ്പോൾ അത് അവന് ഉപകാരമുള്ളതാകുന്നു. അതിന് ഉദാഹരണമായിട്ട് ഇബ്നുൽ ഖയ്യിം കൊടുത്തത് അബൂ ദുജാന റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഒരു യുദ്ധത്തിന് മുസ്ലിമീങ്ങൾ നിൽക്കുന്ന സന്ദർഭത്തിൽ അതിനിടയിലൂടെ അഹങ്കാരത്തോടുകൂടി പൊങ്ങച്ചം കാണിക്കുന്ന ഒരാൾ നടക്കുന്നത് പോലെ നടക്കുകയുണ്ടായി. ആ നടത്തം കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമാ ലമിഷ്യത്തുൻ യുബ്ഗിദുഹല്ലാഹ് ഇല്ലാ ഫീ മിസ്ലി ഹാദൽ മൗദി. ഇത് അല്ലാഹു തആല വെറുക്കുന്ന നടത്താണ്, അല്ലാഹു കോപിക്കുന്ന നടത്താണ്, അഹങ്കാരിയുടെ നടത്താണ്, അഹങ്കാരത്തിന്റെ നടത്താണ്. അത് നല്ലതല്ല. പക്ഷേ ഈ സന്ദർഭത്തിൽ എന്താണ്? നല്ലതായിട്ടുള്ള കാര്യമാണ്. കാരണം ശത്രുക്കൾക്കെതിരെ യുദ്ധത്തിന് പോരാടുമ്പോഴാണ്. അപ്പോ തെറ്റായിട്ടുള്ള മോശമായിട്ടുള്ള ഒരു ഗുണം ആ സന്ദർഭത്തിൽ അദ്ദേഹം ഉപയോഗിച്ചപ്പോൾ അത് ഹൈറായി തീർന്നു. അപ്പൊ ഏതൊരു മോശം സ്വഭാവവും അല്ലെങ്കിൽ ആ മോശപരമായിട്ടുള്ള കാര്യങ്ങളും പ്രകൃതിയാ നമ്മളിൽ ഉണ്ട് എങ്കിൽ അതിനെ ഏറ്റവും നല്ല രീതിയിലേക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സന്ദർഭത്തിൽ ഉപയോഗിക്കലാണ് യഥാർത്ഥത്തിൽ ആ സ്വഭാവങ്ങളെ നന്നാക്കിയെടുക്കാൻ നാം ചെയ്യേണ്ടത്. മോശപ്പെട്ട സന്ദർഭങ്ങളിൽ അതിനെ ഉപയോഗിക്കാതിരിക്കലും, എന്നാൽ ആ ഒരു ശക്തിയെ, ശേഷിയെ അത് നല്ലതാകുന്ന, അത് അള്ളാഹുവിനോടുള്ള ഉബൂദിയത്ത് കാണിക്കുന്ന കാര്യമാകുന്നിടത്ത് ഉപയോഗിക്കുകയും ചെയ്യുക. ഇതാണ് കഴിഞ്ഞ ദർസിൽ അല്ലെങ്കിൽ ഈ ഒരു ഫസ്ലിന്റെ ഇതുവരെ പറഞ്ഞതിന്റെ ആകെ തുക എന്നുള്ളത്. കൂടുതൽ ഈ ദർസ് കേൾക്കുന്ന ആളുകൾ കഴിഞ്ഞ ദർസ് കേട്ടിട്ടില്ല എങ്കിൽ അതുകൂടി കേൾക്കാൻ ശ്രമിക്കുക. കാര്യങ്ങളുടെ വ്യക്തതക്കും അതിന്റെ ആഴം മനസ്സിലാകാനുമാണ്. അപ്പോ കിബിർ എന്നുള്ള ആ കാര്യത്തെ പറ്റി പറഞ്ഞല്ലോ, ആ സ്വഭാവം അതിനെങ്ങനെ നല്ല രീതിയിൽ ഉപയോഗിച്ചു. അങ്ങനെ ഒന്ന് രണ്ട് സ്വഭാവങ്ങളെ കൂടി ഇബ്നുൽ ഖയ്യിം തുടർന്ന് പറയുകയാണ്. വകദാലിക ഖുലുഖുൽ ഹസദ്, അതുപോലെ തന്നെ ഹസദ് എന്നുള്ള സ്വഭാവം, ഹസദ് അസൂയ എന്നെല്ലാം നമ്മൾ പറയുന്ന സ്വഭാവം, അതും നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. ഒരാൾക്ക് പ്രകൃതിയാ ചില ആളുകൾക്ക് അസൂയ ഉണ്ടാവും, അവർക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റൂല. അവർക്ക് മറ്റുള്ള ആളുകൾ എന്ത് കണ്ടാലും ഒരു അസൂയ അവരുടെ ഉള്ളിൽ ഉണ്ടാകും. പൊതുവെ അസൂയ എന്നതിനെ പറ്റി ഇബ്നു തൈമിയ റഹിമഹുള്ള എല്ലാം അംറാദുൽ ഖുലൂബ് വ ശിഫാഉഹ, അതുപോലെ തന്നെ ഇബ്നുൽ ഖയ്യിം ദവ, അതുപോലെ പല കിതാബുകളും പറഞ്ഞത് അസൂയ ഹസദ് എന്നുള്ളത് എല്ലാ മനുഷ്യരിലുള്ളതാണ്. അതില്ലാത്തൊരു മനുഷ്യനും ഉണ്ടാവില്ല. മാന്യനായിട്ടുള്ള ആളുകൾ അതിനെ ഉപയോഗിക്കേണ്ട പോലെ ഉപയോഗിച്ച് അതിനാവശ്യമില്ലാത്ത നിലക്ക് മറച്ചു വെക്കുകയും മറ്റും ചെയ്യും. എന്നാൽ അതല്ലാത്ത ആളുകൾ അതെപ്പോഴും പ്രകടമാക്കിക്കൊണ്ടിരിക്കും. അപ്പൊ ഹസദ് എന്നുള്ള സ്വഭാവം ഒരാളിൽ ചില ആളുകൾക്ക് ധാരാളമായിരിക്കും, വളരെ കൂടുതലായിരിക്കും. നമ്മെ പരിശോധിച്ചാൽ മതി, ഇതുള്ള ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. കാരണം അവർക്ക് വേറെ ഒരാളുടെ അനുഗ്രഹം കാണുമ്പോൾ പെട്ടെന്ന് അസൂയ തോന്നുന്ന അവസ്ഥ ഉണ്ടാവും. ചില ആളുകൾക്ക് തീരെ ഉണ്ടാവില്ല. മറ്റുള്ളവർക്ക് എന്ത് കിട്ടിയാലും വേണ്ടില്ല, എനിക്ക് പിന്നെ അള്ളാഹ് വിധിച്ചേ മതി എന്ന നിലക്ക് മാത്രം ചിന്തിക്കുന്ന ആളുകളും ഉണ്ടാകും. അങ്ങനെയുള്ള ആളുകളും ഉണ്ടാകാം. പിന്നെ അനുവദിക്കപ്പെട്ട അസൂയ പോലും ഇല്ലാത്ത ആളുകൾ ഉണ്ടായിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് അമീനുൽ ഉമ്മ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി. അഥവാ പിന്നെ അനുവദിക്കപ്പെട്ട ഹിബ്തത്ത്, മറ്റുള്ളവരെ ഉള്ളത് എനിക്കുണ്ടായിരുന്നെങ്കിൽ എന്ന് പോലും ചിന്തിക്കാത്ത ആളുകളും ഉണ്ടാകും. പക്ഷേ അത് അവരുടെ ഗുണമാണ്. അപ്പോൾ പൊതുവെ അസൂയ എന്നുള്ള ഹസദ് എന്നുള്ളത് ആളുകളിൽ ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. എന്നിട്ട് അതിനെപ്പറ്റി പറയാണ്, ഫഇന്നഹു ലാ യുദമ്മു എന്നൊരു മക്കയും പറഞ്ഞു. ഈ അസൂയ എന്നുള്ള കാര്യം അതിനെ ആക്ഷേപിക്കപ്പെടേണ്ട അല്ലെങ്കിൽ നിന്ദിക്കപ്പെടേണ്ട ഒരു കാര്യമല്ല. ഏത് ഘട്ടത്തിൽ? വഹുവ കസ്സദഫത്തിൽ ദുർറത്തിൽ ഗിബ്തതി വൽ മുനാഫസ. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ചിപ്പിയാണ്. ആ ചിപ്പിക്കകത്തുള്ള മുത്തായിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഗിബ്തത്തും മുനാഫസത്തുമാണ്. ഗിബ്തത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതായത് ഹസദ് എന്ന് പറഞ്ഞ പൊതുവെ ഉപയോഗിക്കുന്ന പദം മറ്റുള്ള ഒരാൾക്ക് കിട്ടിയ അനുഗ്രഹം അത് നശിച്ചു പോകണമെന്നും അതെനിക്ക് കിട്ടണമെന്നും ആഗ്രഹിക്കലാണ്. ഗിബ്തത്ത് എന്ന് പറഞ്ഞാൽ അയാൾക്കത് ഉണ്ടായിക്കോട്ടെ, അയാൾക്കത് കൂടുതൽ കിട്ടിക്കോട്ടെ, ഒന്നും കുഴപ്പമില്ല.
പക്ഷെ എനിക്കും അതുപോലെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കലാണ് എന്ത് ഗിബ്തത്ത് എന്നുള്ളത്. മുനാഫസത്ത് എന്ന് പറഞ്ഞാൽ അവനെ പോലെ പ്രത്യേകിച്ചും ദീനിയായ നിലക്ക് ഹൈറുകൾ ലഭിച്ചിട്ടുള്ള, നമ്മേക്കാൾ ഇൽമ് ലഭിച്ചിട്ടുള്ള, നമ്മേക്കാൾ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ തൗഫീഖ് ലഭിച്ചിട്ടുള്ള, അതുപോലെ തന്നെ നമ്മേക്കാൾ നല്ല ഗുണങ്ങളുള്ള ആളുകളെ അതുപോലെ എനിക്കുമാകണം എന്ന ആഗ്രഹം, അല്ലെങ്കിൽ സ്വർഗത്തിൽ അവനേക്കാളും മറ്റൊരാളെക്കാളും എനിക്ക് മുന്നിലെത്തണം, അള്ളാഹുവിലേക്ക് മറ്റൊരാളെക്കാളും എനിക്ക് അടുക്കണം എന്ന തരത്തിലുള്ള ആഗ്രഹം, ഒരു മത്സരം. ഈ രണ്ട് കാര്യങ്ങളും എന്തിൻ്റെ അകത്ത് ഒളിഞ്ഞിറക്കുന്നത്? അസൂയ എന്നുള്ള ചിപ്പിക്കകത്താണ്. അഥവാ ഒരു ഗുണവുമില്ലാത്ത, ദോഷമുള്ള അല്ലെങ്കിൽ ഉപദ്രവമായിട്ടുള്ള അസൂയ എന്നുള്ള ചിപ്പിക്കകത്താണ് ഈ മുത്തുകൾ കിടക്കുന്നത്, ഗിബ്തത്തും മുനാഫസത്തും. എന്നിട്ട് പറയാണ് കമാ ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഏതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, ലാ ഹസദ ഇല്ലാ ഫിസ്നതൈൻ, രണ്ട് കാര്യങ്ങളിലല്ലാതെ അസൂയയില്ല. റജുലിൻ ആതാഹുല്ലാഹു മാലൻ, അതിലൊന്ന് ഒരു വ്യക്തി, ആ വ്യക്തിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്പത്ത് കൊടുത്തിട്ടുണ്ട്. ഫസല്ലതഹു അലാ ഹലകതിഹി ഫിൽ ഹഖ്, ആ വ്യക്തി അതിനെ ചെലവാക്കുന്നത്, അതിനെ ഉപയോഗിക്കുന്നത് ഹക്കിന്റെ മാർഗത്തിലാണ്. അഥവാ അവൻ വീട്ടിൽ കൊടുക്കേണ്ട അവകാശങ്ങൾ വീട്ടിൽ കൊടുത്ത്, അവൻ ചെലവഴിക്കേണ്ടതിന് ചെലവഴിച്ച്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉപയോഗിച്ച്, അങ്ങനെയാണ് അതിനെ ചെലവഴിക്കുന്നത്. അങ്ങനെയുള്ള ഒരാളോട് എന്ത് തോന്നാം? ഹസദ് തോന്നാം. ഇവിടെ ഹസദ് ഉദ്ദേശിക്കുന്നത് നമ്മൾ രണ്ടാമത് പറഞ്ഞല്ലോ, ഗിബ്തത്ത് എന്നുള്ള അർത്ഥത്തിലുള്ളതാണ്. വറജുലിൻ ആതാഹുല്ലാഹു അൽ ഖുർആൻ, രണ്ടാമത്തെ വ്യക്തി, ഒരാൾക്ക് ഖുർആൻ അള്ളാഹു തആല അറിവ് നൽകിയിട്ടുണ്ട്, ഖുർആൻ പാരായണം ചെയ്യാൻ, ഖുർആനിന്റെ ആശയം, തഫ്സീർ അല്ലെങ്കിൽ ഇൽമ് ഒക്കെ നൽകിയിട്ടുണ്ട്. ഫഹുവ യഖൂമു ബിഹി ആനാ അൽ-ലൈലി വ അത്റാഫ അൻ-നഹാർ, അവൻ ഈ ഖുർആൻ കൊണ്ട് അവൻ രാത്രി നിസ്കരിക്കുന്നു, അതുപോലെ തന്നെ പകലിന്റെ രണ്ട് അറ്റങ്ങളിൽ അത് ഓതി നിസ്കരിക്കുന്നു, അത് ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു, അങ്ങനെയൊക്കെ ചെയ്യുന്നു. അങ്ങനെയുള്ള ആളോടും അസൂയയാകാമെന്ന് പറഞ്ഞു. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസിൽ ഉപയോഗിച്ച പദം ഹസദ് എന്ന് തന്നെയാണ്. ഏതൊരു ഹസദാണോ മോശപ്പെട്ട സ്വഭാവമായിട്ടുള്ളത്, അതേ ഹസദ് എന്നുള്ള പദമാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. എന്നാൽ ഇവിടെ ഉപയോഗിച്ചതിന്റെ ആശയം ഏതർത്ഥത്തിലാണ്? ഗിബ്തത്ത് എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പൊ ഒരാൾക്ക് പ്രകൃതിയ അസൂയ ഉണ്ട് എന്ന് വിചാരിക്കുക, അസൂയ എന്നുള്ള വികാരം ഉണ്ട് എന്ന് വിചാരിക്കുക. അവനാ അസൂയ എന്നുള്ള വികാരത്തെ നമ്മൾ ഈ ഫസ്ലിന്റെ തുടക്കത്തിൽ പറഞ്ഞ ഉപമ പോലെ ആ അരുവി ഒലിച്ചിറങ്ങുമ്പോൾ അത് നമ്മുടെ കെട്ടിടങ്ങളിലും നമ്മുടെ കൃഷിയും നശിപ്പിക്കാതെ ഉപയോഗപ്രദമായ രീതിയിലേക്ക് തിരിച്ചുവിടുക. ഈ അസൂയ എന്നുള്ളതിന് എന്തിലാക്കുക? മറ്റുള്ള ഒരാൾക്ക് ഹൈറുകൾ നൽകിയിട്ട് അതുപോലെ എനിക്കുണ്ടായിരുന്നെങ്കിൽ ഗിബ്തത്തിലേക്ക് മാറ്റുക. അതുപോലെ തന്നെ മറ്റുള്ള ഒരാൾക്ക് ഖുർആനിൽ ഇൽമുണ്ട്, ഖുർആൻ ഹിഫ്ളാണ്, അവന് ഇൽമുണ്ട്, അവൻ ഇൽമു പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്, അതുപോലെ എനിക്കുണ്ടായിരുന്നെങ്കിൽ എന്നുള്ള ആഗ്രഹത്തിലേക്ക്, ഗിബ്തത്തിലേക്ക് ആ വികാരത്തെ മാറ്റുക എന്നുള്ളതാണ് അതിനുള്ള പരിഹാരം. അതുപോലെ തന്നെ ഫൽഹസദ് യൂസിലു ഇലാൽ മുനാഫസതി അല്ലതി യുഹിബ്ബുഹു അല്ലാഹ് വയഅ്മുറു ബിഹാ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന, കൽപ്പിച്ചിട്ടുള്ള മാത്സര്യത്തിലേക്ക്, അഥവാ ദീനിയായ ഒരു തനാഫുസ്, പരസ്പരമുള്ള ഒരു മാത്സര്യത്തിലേക്ക് ഈ അസൂയ എത്തിക്കും. ഏതുപോലെ അല്ലാഹു പറഞ്ഞു ഫി ഖൗലിഹി, സൂറത്തുൽ മുത്തഫിഫീനിലെ 26-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ഫീ ദാലിക ഫൽയതനാഫസിൽ മുതനാഫിസൂൻ, മത്സരിക്കുന്നവർ അതിനുവേണ്ടി മത്സരിക്കട്ടെ എന്ന നിലയ്ക്ക്. ഫലാ തഅമൽ അലാ ഇഅദാമി ഹാദൽ ഖുലുഖ് മിൻ നഫ്സിക്, എന്നിട്ട് ഇബ്നു ഖയ്യിം പറയുകയാണ്, നീ എന്ത് ചെയ്യരുത്, നീ ഈ സ്വഭാവത്തെ, അഥവാ നിന്റെ ഈ മോശപ്പെട്ട സ്വഭാവത്തെ നീ ഇല്ലാതാക്കാൻ വേണ്ടി പരിശ്രമിക്കരുത്. അതായത് ഹസദ് എന്നുള്ളത് നിന്നിൽ ഉണ്ട് എന്നെങ്കിൽ അതിനെ പരിപൂർണമായി ഇല്ലാത്ത ഒരാളായിട്ടേ ഞാൻ മാറുള്ളൂ, അതിന്റെ ഒരു തരി എൻ്റെ ഉണ്ടാവില്ല എന്ന നിലക്ക് നീ ശ്രമിച്ചുകൊണ്ട് കാര്യമില്ല, അല്ലെങ്കിൽ അതിനുള്ള പണി നീ എടുക്കാൻ നിൽക്കരുത്. ബൽ, പക്ഷെ നീ ചെയ്യേണ്ടത് എന്താണ്? ഇഹ്രിഫു ഇലൽ ഹസദിൽ മഹ്മൂദിൽ ഹാമിൽ അലൽ മുനാഫസതി ഫി റുതബിൽ ആലിയ, നീ ആ അസൂയ എന്നുള്ള നിന്നിലുള്ള ആ സ്വഭാവത്തെ നീ നേരെ തിരിക്കേണ്ടത് പ്രശംസിക്കപ്പെടുന്ന അസൂയാക്കി മാറ്റാനാണ്. അതെന്താണ്? ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക്, ഉന്നതമായ ദറജകളിലേക്ക് എത്തിച്ചേരാനുള്ള ആഗ്രഹവും തേട്ടവുമായിട്ട് അതിനെ മാറ്റുകയാണ് വേണ്ടത്. അതുപോലെ തന്നെ ആ ദറജയിൽ നിൽക്കുന്ന ആളുകളോട് മത്സരിക്കാൻ വേണ്ടി, അവരോടൊപ്പം എത്താൻ വേണ്ടി പണിയെടുക്കുന്ന, തിരക്കൂട്ടുന്ന അവസ്ഥയിലാണ് ആവേണ്ടത്. لا تتمنى زوال نعمة الله عن عبده فتزول عنك ويبقيها عليه, നീ ഒരിക്കലും എന്ത് വിചാരിക്കരുത്, അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള ഒരു നിഅമത്ത്, നിന്റെ മറ്റൊരു സഹോദരൻ അടിമക്ക് നൽകിയിട്ടുള്ള നിഅമത്ത്, അത് നീങ്ങിപ്പോകാൻ നീ ആഗ്രഹിക്കരുത്. അത് നിന്നിൽ നിന്ന് നീങ്ങിപ്പോയി അവനിൽ അത് തുടർന്നാകുന്ന അവസ്ഥയിലാണ് എത്തുക. അഥവാ അസൂയ മദ്മൂമായിട്ടുള്ള അസൂയ ഉണ്ടാകാൻ പാടില്ല. അതേസമയം അതിനെ ഈ നിലക്ക് വേണ്ടി
തിരിച്ചു കളയുകയാണ് വേണ്ടത് എന്ന് ഇബ്നുൽ ഖയ്യിം പറയുകയാണ്. ഇത് എല്ലാ സ്വഭാവങ്ങൾക്കും ബാധകമായിട്ടുള്ളതാണ്. ചില ഉദാഹരണങ്ങളാണ് പറഞ്ഞത്. കിബിറിന്റെ ഒരു ഉദാഹരണം പറഞ്ഞു, ഹസദിന്റെ ഒരു ഉദാഹരണം പറഞ്ഞു. അടുത്തത് പറയുന്നത് ഹിർസിനെയാണ്. ആർത്തി എത്ര കിട്ടിയാലും മതിയാകാത്ത, ഇനിയും വേണമെന്നുള്ള ആഗ്രഹം, ആ ആർത്തി എന്നുള്ള ഒരു സ്വഭാവം ചില ആളുകൾക്ക് ജന്മനാ സ്വഭാവം ഉണ്ടാവും. മോശപ്പെട്ട സ്വഭാവമാണ് ചില ആളുകൾക്ക് ഉണ്ടാവും. അപ്പൊ അതിനെങ്ങനെ കൈകാര്യം ചെയ്യുക, അതിനെങ്ങനെയാണ് ചെയ്യേണ്ടത്? ഇബ്നുൽ ഖയ്യിം പറയുകയാണ്, വകദാലിക ഖുലുഖുൽ ഹിർസ്, ആർത്തി എന്നുള്ള സ്വഭാവത്തെയും അഥവാ അത്യാഗ്രഹം, ആർത്തി അതുപോലെയുള്ളത്, ഫഇന്നഹു മിൻ അൻഫഇൽ അഖ്ലാഖി വഔസലിഹാ ഇലാ കുല്ലി ഖൈറിൻ. ഇബ്നുൽ ഖയ്യിം പറയുന്നത് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള ഖൈറുകൾ നേടിത്തരാൻ സഹായിക്കുന്ന ഒരു സ്വഭാവമാണ് ആർത്തിയും അതുപോലെ തന്നെ അത്യാഗ്രഹമൊക്കെ. ഏറ്റവും ഖൈറുകൾ നേടിത്തരുന്ന ഒരു സ്വഭാവമാണ് അങ്ങനെ ആക്കി മാറ്റുമ്പോൾ. വശിദ്ദത്തു ത്വലബി ബിഹസബി ഖുവ്വത്തിൽ ഹിർസ്, ഒരാൾ അവൻ ആഗ്രഹിക്കുന്ന കാര്യത്തെ എത്ര ശക്തമായി തേടുന്നു എന്നുള്ളത് അവൻ എത്രത്തോളം അതിനോട് ആഗ്രഹമുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. അതായത് ഒരു കാര്യത്തിനോട് നമുക്ക് അതിയായ ആർത്തിയും അത്യാഗ്രഹവും ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? അതെങ്ങനെയും നേടിയെടുക്കാൻ വേണ്ടി അതിന് പണിയെടുക്കും, അതിന്റെ പരിശ്രമം ചെയ്യും, അതിന്റെ കാര്യങ്ങൾ നോക്കും, അതിന്റെ പിന്നാലെ കൂടും. അപ്പോൾ ഒരു കാര്യത്തിനോട് ഈ ഹിർസ് ഉണ്ടെങ്കിലാണ് അത് നേടിയെടുക്കാൻ വേണ്ടി അവൻ പരിശ്രമിക്കുകയുള്ളൂ. എന്നിട്ട് പറയാണ്, ഫലാ തഅമൽ അലാ ഖത്ഇഹാ വലാകിൻ അല്ലിഖ്ഹാ ബിഹാ ബിമാ യൻഫഉ അൻ-നഫ്സ ഫീ മആദിഹാ. നിനക്ക് അങ്ങനെ ഒരു സ്വഭാവം, മോശപ്പെട്ട സ്വഭാവം നിനക്ക് പ്രകൃതിയാ ഉണ്ട് എങ്കിൽ, അഥവാ നിനക്ക് പ്രകൃതി ഓരോരുത്തർക്ക് മനസ്സിലാവും. അതായത് ഖദ്ർ നഫ്സ് മനസ്സിലാക്കുക എന്ന് പറയും. അവനവന്റെ അളവ് എന്താണ്, അവനവന്റെ സ്ഥാനം എന്താണ്, അല്ലെങ്കിൽ അവനവന്റെ കുറവുകൾ എന്താണെന്ന് മനസ്സിലാക്കുക. അപ്പൊ നിനക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട് എന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു സ്വഭാവം നിനക്ക് മോശപ്പെട്ടതുണ്ട് എങ്കിൽ അത് പൂർണ്ണമായി ഇല്ലാതാക്കാൻ നീ പണിയെടുത്തിട്ട് കാര്യമില്ല. അതിനല്ല നീ സമയം ചെലവഴിക്കേണ്ടത്. പറയാണ്, നീ അതിനെ ചെയ്യേണ്ടത് നിനക്ക് പരലോകത്തേക്ക് ഉപകാരമായ നിലക്ക് ആർത്തിയാക്കി തീർക്കുക, അത്യാഗ്രഹത്തെ ആക്കി തീർക്കുക എന്നുള്ളതാണ്. എന്നിട്ട് വയുക്കമ്മിലുഹാ വയുസക്കീഹാ, ആ പരലോകത്തെ നന്നാക്കിയെടുക്കാൻ അല്ലെങ്കിൽ നഫ്സിനെ നന്നാക്കിയെടുക്കാൻ, അതിനെ പരിപൂർണമായ ഒരു അവസ്ഥയിലാക്കിയെടുക്കാനൊക്കെയാണ് ആ ആർത്തി എന്നുള്ള സ്വഭാവത്തെ ഉപയോഗിക്കേണ്ടത്. അതിനൊരു ദലീലായിക്കൊണ്ട് ഇബ്നുൽ ഖയ്യിം കൊടുക്കുകയാണ്. കമാ ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, ഇഹ്രിസ് അലാ മാ യൻഫഉക വസ്തഇൻ ബില്ലാഹ് വലാ തഅജിസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഹ്രിസ് അലാ മാ യൻഫഉക, നിനക്ക് ഉപകാരമുള്ള കാര്യത്തിനോട് നിനക്ക് ആർത്തി ഉണ്ടാവട്ടെ, നിനക്ക് അത്യാഗ്രഹം ഉണ്ടാവട്ടെ, നിനക്ക് അതിയായ ആഗ്രഹം ഉണ്ടാവട്ടെ, ആ രീതിയിലൊരു അവസ്ഥ ഉണ്ടാവട്ടെ. നിനക്ക് ഉപകാരമുള്ള, അഥവാ നിനക്ക് ഉപകാരം എന്ന് പറഞ്ഞാൽ എന്താ? നിന്റെ ദീനിന്, നിന്റെ ദുനിയാവിന്, നിന്റെ പരലോകത്തിനൊക്കെ ഉപകാരം ഉണ്ടാവുന്ന കാര്യങ്ങളോട് നിനക്ക് ആർത്തി ഉണ്ടാവട്ടെ. വസ്തഇൻ ബില്ലാഹ്, അള്ളാഹുവിനോട് സഹായം തേട്. വലാ തഅജിസ്, നീ ദൗർബല്യം കാണിക്കണ്ട. അതായത് ആർത്തി എന്നുള്ളത് തെറ്റായ കാര്യങ്ങൾക്കോ മോശപ്പെട്ട കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ ദുനിയാവിനോടുള്ള ആർത്തിയോ മറ്റു പല കാര്യങ്ങളോടുള്ള ആർത്തിയാണെങ്കിൽ എന്താണ്? അത് മോശപ്പെട്ട സ്വഭാവമാണ്. അതേസമയം അത് പരലോകത്തേക്ക് ഉപകരിക്കുന്ന ഒരു കാര്യത്തിനോടാണെങ്കിലോ, ഒരാൾക്ക് സ്വർഗത്തിനോടാണെങ്കിലോ, സ്വർഗത്തിന് ഉന്നതമായ സ്ഥാനങ്ങളോടാണെങ്കിലോ, അല്ലെങ്കിൽ ദുനിയാവിൽ ഇൽമ് നേടാനോ, അല്ലെങ്കിൽ ഖുർആൻ ഹിഫ്ളാക്കാനോ, അല്ലെങ്കിൽ ദഅവത്ത് ചെയ്യാനോ, ദീനിന് എന്തെങ്കിലും ഖിദ്മത്ത് ചെയ്യാനോ, അതുപോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിലോ നല്ലൊരു കാര്യമല്ലേ? അപ്പോൾ അതിനെ ആ നിലക്ക് മാറ്റിയെടുക്കുക. ഫഖുവത്തുൽ ഹിർസി ലാ തുദമ്മു, ഇബ്നുൽ ഖയ്യിം പറയാണ്, ആ ആഗ്രഹം, ആർത്തി എന്നുള്ളത് ആക്ഷേപിക്കപ്പെടേണ്ടതല്ല. വഇന്നമാ യുദമ്മു സർഫുഹാ ഇലാ മാ യദുറുൽ ഹിർസു അലൈഹി ഔ ലാ യൻഫഉ വഗൈറുഹു അൻഫഉ ലിൽ അബ്ദി മിൻഹു. അത് എപ്പോഴാണ് ആക്ഷേപിക്കപ്പെടുന്നത്? അത് ആക്ഷേപിക്കപ്പെടുന്നത് അത് ദോഷം ചെയ്യുന്ന അവസ്ഥയിലേക്ക് അതിനെ മാറ്റുമ്പോഴാണ്. ആ ആർത്തി അവന് ഉപദ്രവമുള്ള കാര്യങ്ങളോടാവുമ്പോഴാണ് അത് ആക്ഷേപിക്കപ്പെടുന്ന ഒന്നായിത്തീരുന്നത്. അതല്ല എങ്കിൽ അൻഫഉ ലിൽ അബ്ദി മിൻഹു, അവന് ഏറ്റവും ഉപകാരമുള്ള കാര്യമാണ് ആ ആർത്തി എന്നുള്ള, അഥവാ ഹിർസ് എന്നുള്ള ആ സ്വഭാവം, പ്രകൃതിയാ ഉണ്ടെങ്കിൽ. അടുത്ത് പറയുന്നത് വകദാലിക ഖുവ്വത്തു ശഹ്വ, ഷഹ്വത്ത് എന്നുള്ള ആ ദേഹേച്ഛ, ഷഹ്വാനിയായിട്ടുള്ള ആ ശക്തി കൂടുതലാണ് എങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു സ്വഭാവത്തെ അല്ലെങ്കിൽ ആ ഒരു ശക്തിയെ അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്? അത് നല്ല രീതിയിൽ എങ്ങനെയാണ്? ഇബ്നുൽ ഖയ്യിം പറയുന്നു, وكذلك قوة الشهوة من أنفع القوى للعبد وأوصلها إلى كمالها وسعادته. ഒരടിമക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന, അവനെ ഏറ്റവും പരിപൂർണതയിലേക്കും അവന്റെ എല്ലാ സൗഭാഗ്യത്തിലേക്കും നല്ല അവസ്ഥയിലേക്കും എല്ലാം എത്തിക്കുന്ന ഒരു ശേഷിയാണ് ഷഹ്വത്ത് എന്നുള്ളത്. അഥവാ ഷഹ്വത്ത് എന്നുള്ളത്, അതായത് അടിസ്ഥാനപരമായിട്ട് മോശമായിട്ടുള്ള സ്വഭാവത്തിന്റെ നല്ല വശം എങ്ങനെയാണെന്ന് പറയുന്നത്. നല്ല വശമാക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഗുണങ്ങളാണ് പറയുന്നത്, നല്ല വശമാക്കുമ്പോഴുള്ള ഗുണങ്ങൾ. അപ്പോൾ മനുഷ്യന് പരിപൂർണത നൽകുന്ന, അവന്റെ എല്ലാത്തിന്റെയും പൂർത്തീകരണത്തിന് ഏകുന്ന ഒരു സ്വഭാവ ഗുണമാണ്.
ഫഇന്നഹാ തുസ്മിറുൽ മഹബ്ബത, അത് അവനിൽ ഇഷ്ടമുണ്ടാക്കും. അഥവാ ആ ഒരു ഷഹ്വത്ത് എന്നുള്ള ഇച്ഛയാണ് അവന് ഇഷ്ടങ്ങൾ ഉണ്ടാക്കുന്നത്. അത് ഭക്ഷണത്തിനോടാവട്ടെ, ഭാര്യമാരോടാവട്ടെ, അല്ലെങ്കിൽ വസ്തുക്കളോടാവട്ടെ, മക്കളോടാവട്ടെ, എല്ലാ ഹുബ് ഉണ്ടാകുന്നത് ഈ ഒരു വികാരത്തിന്റെ അടിസ്ഥാനത്തിലാണ്, അതിന്റെ ശാഖയായിട്ടാണ്. وبحسب شهوة العبد للكمال يكون طلبه له. എപ്പോഴെല്ലാം ആ ഒരു അടിമയുടെ ഷഹ്വത്ത് എന്നുള്ളത് അഥവാ ഇച്ഛ എന്നുള്ളത് അതിന്റെ അളവ് എത്രയാണോ അതിന്റെ അടിസ്ഥാനത്തിലാണ് അവൻ അത് തേടുകയും അത് നേടിയെടുക്കാൻ പരിശ്രമിക്കുകയും ചെയ്യുക. അഥവാ ഒരു കാര്യത്തിനോട് നമുക്ക് ഷഹ്വത്തില്ല എങ്കിൽ, നമുക്കൊരു താല്പര്യവും ഇച്ഛയും ഇല്ല എങ്കിൽ നമ്മൾ നേടിയെടുക്കാൻ ശ്രമിക്കുമോ? ഇല്ല. അതുണ്ടെങ്കിലാണ് ആ കാര്യം നമ്മൾ നേടിയെടുക്കുള്ളൂ. അതിലൂടെയാണ് അവന്റെ പരിപൂർണത അവൻ നേടിയെടുക്കാൻ സാധിക്കുള്ളൂ. وبحسب قوة شهوته للذة العيش ووصال الأحبة وقرة العين يكون طلبه لذلك في الجنة. എത്രത്തോളമാണോ അവന്റെ ഷഹ്വത്തിന്റെ ശക്തി, ലിലദ്ദത്തിൽ ഐഷ്, അവന് പരലോകത്തെ ജീവിതത്തിലെ ആസ്വാദനത്തിനോട്, നമ്മളിപ്പോ ആഗ്രഹം തോന്നുക, ഇച്ഛ തോന്നുക, ഷഹ്വത്ത് തോന്നുകയാണ് പരലോകത്തിലെ ജീവിതത്തിലെ ആസ്വാദനങ്ങളോട്. വവിസാലിൽ അഹിബ്ബത്തി, അവിടെ അവന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ലഭിക്കുന്നത്, അല്ലെങ്കിൽ അവന് പ്രിയപ്പെട്ട അവന്റെ കുടുംബം, അവന്റെ കൂട്ടുകാർ, ഇവരോടൊപ്പം എല്ലാം സ്വർഗത്തിൽ ചേരുക എന്നുള്ളത്, അതെല്ലാം എത്രത്തോളമാണോ അവൻ ആഗ്രഹിക്കുന്നത്, അതിനോടുള്ള ഇച്ഛയുണ്ടാകുന്നത്. വഖുറത്തിൽ ഐൻ, അവന് കൺകുളിർമയായിട്ടുള്ള കാര്യങ്ങൾ ലഭിക്കണമെന്നുള്ള ആഗ്രഹവും തേട്ടവും എല്ലാം ഉണ്ടാകുന്നത്. യകൂനു ത്വലബുഹു കദാലിക ഫിൽ ജന്ന, അതിന്റെ അളവ് അനുസരിച്ചിട്ട് അവന് സ്വർഗത്തിനും അതിനോടുള്ള ആ തേട്ടം ഉണ്ടാകും. സ്വർഗത്തിൽ ഇതെല്ലാം ലഭിക്കണം എന്നുള്ള ആ തേട്ടം അവനുണ്ടാകും. വൈൻ കാന മുഅ്മിനൻ ബിഹാ മൂഖിനൻ മുസദ്ദിഖൻ, അവൻ സത്യവിശ്വാസിയാണ് എങ്കിൽ, അതുപോലെ തന്നെ യഖീനുള്ള സിദ്ഖുള്ള അടിമയാണ് എങ്കിൽ, ഫസിദ്ഖു ശഹ്വതി വഖുവ്വതുഹാ യഹ്മിലുഹു അലാ ബൈഇ മുസ്തഹൻ അഅ്ലാ മിൻഹു വഅജൽ വഅർഫഅ. അതായത് നേരത്തെ പറഞ്ഞത്, ഒരാൾക്ക് എത്രത്തോളം നല്ല ജീവിതവും നല്ല പ്രിയപ്പെട്ടവരെല്ലാം ഒപ്പം ഉണ്ടാകണമെന്നും അതുപോലെ അവന് കൺകുളിർമയായിട്ടുള്ള കാര്യങ്ങൾ ലഭിക്കണമെന്നെല്ലാം ആഗ്രഹം ഉണ്ടാകുന്നുവോ, അത്ര ആ ആഗ്രഹം അവൻ എന്തുണ്ടാകും, സ്വർഗത്തിലും ഇതുപോലെ എനിക്ക് ലഭിക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടാകും. അങ്ങനെയുള്ള ഒരു അടിമ അവന്റെ സിദ്ഖുള്ള പരലോകത്ത് സത്യസന്ധനായിട്ടുള്ള പരലോകത്ത് ദൃഢമായി വിശ്വസിക്കുന്ന ഒരു അടിമയാണ് എങ്കിൽ അവൻ എന്ത് ചെയ്യും? അവന്റെ ഈ ഇച്ഛകൾ, അവന്റെ ഈ ആഗ്രഹങ്ങൾ, അതിനേക്കാൾ മികച്ചമായ കാര്യത്തിന് വേണ്ടി അവൻ അത് എന്ത് ചെയ്യും? അവൻ കച്ചവടം ചെയ്യും. അതായത് ദുനിയാവിൽ ഇപ്പൊ നമുക്ക് ചില വിഭവങ്ങളോട് അല്ലെങ്കിൽ ചില വസ്തുക്കളോട് ഒക്കെ നമുക്ക് ആഗ്രഹം തോന്നും, നമുക്ക് ഇഷ്ടം തോന്നുകയാണ്, ഷഹ്വത്ത് തോന്നുകയാണ്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും അതിനോടെല്ലാം ഇഷ്ടം തോന്നുമ്പോൾ, ഇപ്പോൾ ഒരു സ്ത്രീയോടാവട്ടെ, ഭക്ഷണത്തിനോടാവട്ടെ, പാനീയത്തിനോടാവട്ടെ, സമ്പത്തിനോടോ സൗകര്യത്തിനോടോ കെട്ടിടങ്ങളോടോ എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്ന സുഖ സൗകര്യം, അതിനോട് ദുനിയാവിൽ ആഗ്രഹം ഉണ്ടാകുമ്പോൾ, അതെല്ലാമുള്ള ജീവിതത്തിനോട് ആഗ്രഹം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരാൾ എന്ത് ആഗ്രഹിക്കും? ഇതൊക്കെ സ്വർഗത്തിലുണ്ടാവണമെന്ന് ആഗ്രഹിക്കും. അങ്ങനെ ഉണ്ടാകുമ്പോൾ ദുനിയാവിൽ ഇതിനോടുള്ള ആഗ്രഹമുണ്ട്, സ്വർഗത്തിൽ അത് കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഈ കുറഞ്ഞ ആഗ്രഹങ്ങളെ, അഥവാ ദുനിയാവിൽ നിലനിൽപ്പില്ലാത്ത, വിട്ടുപോകേണ്ട, മുറിഞ്ഞു പോകേണ്ട ഈ ആഗ്രഹങ്ങളെ അവൻ എന്തിനു വേണ്ടി വെക്കും? പരലോകത്ത് അതിനേക്കാൾ മികച്ചതിന് വേണ്ടി ഇത് വേണ്ട എന്ന് വെക്കും. ഇതെല്ലാം എന്തിന്റെ മേലെ ഉണ്ടാകുന്നത്? അവൻ ഈ വസ്തുക്കളോടുള്ള ഷഹ്വത്തിന്റെ മേലെയാണ് ഉണ്ടാകുന്നത്. അപ്പോ ഷഹ്വത്ത് എന്നുള്ളത് നല്ല രീതിയിൽ ഉപകരിക്കുന്ന ഒരു കാര്യമാണ് ഈ നിലക്ക്. എന്നിട്ട് പറയുന്നു, വഹാദിഹി ഖാഇദത്തുൻ മുത്തരിദത്തുൻ ഫി ജമീഇ സിഫാത്തി വൽ അഖ്ലാഖ്. ഈ ഒരു ഖായിദ അഥവാ നമുക്കിഷ്ടപ്പെട്ട കാര്യങ്ങൾ, ഇച്ഛകൾ, ഇവിടെ അതിനേക്കാൾ മികച്ച ഉന്നതമായ സ്വർഗത്തിൽ കിട്ടുന്നതിന് വേണ്ടി നമ്മൾ വിട്ടുകളയുന്നു. കാരണം ആ ഇതിനോടുള്ള ഇച്ഛയാണ് യഥാർത്ഥത്തിൽ അതിനും കാരണമാകുന്നത്. ഈ ഷഹ്വത്ത് എന്നുള്ള വികാരമാണ് അതിനും കാരണമാകുന്നത്. ഇത് എല്ലാ സ്വഭാവത്തിനും എല്ലാ വിശേഷണങ്ങൾക്കും ബാധകമായിട്ടുള്ളതാണ്. എന്നിട്ട് പറയുന്നു, ഫർറുസുലു സ്വലവാത്തുല്ലാഹി വസലാമുഹു അലൈഹിം ജാഊ ബിസർഫിഹാ അൻ മജാരിഹാ അൽ മദ്മൂമതി ഇലാ മജാരിൻ മഹ്മൂദ. അള്ളാഹുവിന്റെ റസൂലുകൾ, ആ റസൂലുകൾ ചെയ്തത് അവരുടെ ഷഹ്വത്ത് എന്നുള്ള ഈ ഇച്ഛയെ, അതിനെ ആക്ഷേപിക്കപ്പെടുന്ന ഒഴുക്കുചാലിൽ നിന്ന് അല്ലെങ്കിൽ ആക്ഷേപിക്കപ്പെടുന്ന രീതിയിൽ അത് വരുന്നതിനെ പ്രശംസിക്കപ്പെടുന്ന മറ്റൊന്നതിലേക്ക് അതിനെ തിരിച്ചുവിടുകയാണ് അള്ളാഹുവിന്റെ റസൂലുകൾ ചെയ്തിട്ടുള്ളത്. എന്നിട്ട് പറയുകയാണ്, വജാഊ ബിസർഫി ഖുവ്വത്തി ശഹ്വ ഇല നിക്കാഹി വത്തസരി. അതുപോലെ തന്നെ ആ നബിമാർ ചെയ്ത കാര്യമാണ് അവരുടെ ഈ ഷഹ്വത്തിനോടുള്ള ഷഹ്വത്ത്, അവരുടെ ഷഹ്വത്തിന്റെ ശക്തി അവരെന്തിലൂടെയാണ് തീർത്തത്? വിവാഹം കഴിച്ചിട്ടും അതുപോലെ തന്നെ അടിമകളെ സ്വീകരിച്ചിട്ടും. ഹത്താ കാന ലി സുലൈമാൻ അലൈഹിസ്സലാം 100 ഇംറഅത്തിൻ. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ സുലൈമാൻ നബി അലൈഹിസ്സലാമിന് 100 ഭാര്യമാർ വരെ ഉണ്ടായിരുന്നു.
വലി ദാവൂദ് അലൈഹിസ്സലാം 99 ദാവൂദ് നബി അലൈഹിസ്സലാമിന് 99 ഭാര്യമാരുണ്ടായിരുന്നു. വജമഅ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബൈന 9 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 9 ഭാര്യമാരുണ്ടായിരുന്നു. വഅബാഹ ലിൽ ഉമ്മത്തി 4 മിമ്മാ താബ മിനൻ നിസാ ഈ ഉമ്മത്തിനോട് 4 സ്ത്രീകളെ വരെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരെ 4 സ്ത്രീകളെ വരെ വിവാഹം കഴിക്കാൻ അനുവാദം നൽകി. വമിന സറാരി ബിലാ ഹസ്ർ എണ്ണമില്ലാതെ അടിമ സ്ത്രീകളെയും സ്വീകരിക്കാൻ അനുവാദം നൽകി. സർഫൻ ലിഖുവത്തി ഹാദിഹി ശഹ്വ അൻ മജ്രിൽ ഹറാം ഇലാ മജ്രിൽ ഹലാൽ അല്ലദി യുഹിബ്ബുഹു അല്ലാഹ് ഈ ശഹ്വത്ത് എന്നുള്ള ഖുവ്വത്തിനെ ഹറാമായ മാർഗത്തിൽ വരുന്ന ആ ഖുവ്വത്തിനെ എന്ത് ചെയ്തു? ഹലാലായ രീതിയിലേക്ക് അവർ മാറ്റിവിട്ടു, അള്ളാഹു ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക്. വഹുവ അഹബ്ബു ഇലൈഹി മിൻ നഫ്ലിൽ ഇബാദ ഇൻദ അക്സറിൽ ഫുഖഹാ ഈ ഹറാമായ ശഹ്വത്തിനെ ഹലാലായ രീതിയിലേക്ക് മാറ്റിവിടുക എന്നുള്ളത് അധിക ഫുഖഹാക്കളുടെ അടുക്കലും നഫ്ലായ ഇബാദത്തിനേക്കാൾ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടതാണ്. പല ഫുഖഹാക്കളും അത് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഹറാമായിട്ടുള്ള ഇതുപോലെയുള്ള ഇച്ഛയാവട്ടെ, സ്വഭാവമാവട്ടെ, ആക്ഷേപിക്കപ്പെടുന്ന ഗുണങ്ങളാവട്ടെ, വിശേഷണങ്ങളാവട്ടെ, അതിനെ മഹ്മൂദായിട്ടുള്ള സ്തുതിക്കപ്പെടുന്ന രീതിയിലേക്ക് മാറ്റിവിടുക എന്നുള്ളതാണ് നാം ചെയ്യേണ്ടത്. അതല്ലാതെ അത് പൂർണ്ണമായി ഇല്ലാതാക്കുക, ഈ പറഞ്ഞ ഏത് സ്വഭാവമാവട്ടെ, ഇതല്ലാത്ത ഏത് സ്വഭാവമാവട്ടെ, അതിനെ പൂർണ്ണമായി ഇല്ലാതാക്കുക എന്നുള്ളത് നമുക്ക് സാധിക്കില്ല. ഏതിനെ? പ്രകൃതിയ മനുഷ്യനിൽ ഉണ്ടാകുന്ന സ്വഭാവങ്ങളെ. എന്നിട്ട് പറയാണ് വലിദാലിക ജാഉ ബിസർഫി ഖുവ്വത്തിൽ ഗളബിയ്യ ഇനി ചില ആളുകൾക്ക് പ്രകൃതിയ ഉണ്ടാകുന്നത് ദേഷ്യം വരുന്നതായിരിക്കും. ദേഷ്യം, കോപം, അതുപോലെയുള്ള സ്വഭാവങ്ങളായിരിക്കും. അങ്ങനെയുള്ള ഗുണങ്ങളെ, അങ്ങനെയുള്ള സ്വഭാവങ്ങളെ എന്താണ് ചെയ്യേണ്ടത്? ഇലാ ജിഹാദി അഅദാഇല്ല അവൻ തിരിക്കേണ്ടത് അള്ളാഹുവിന്റെ ശത്രുക്കൾക്കെതിരെയുള്ള ജിഹാദിന്റെ മേഖലയിലാണ്. അതിനുള്ള സാഹചര്യവും സൗകര്യങ്ങളും ദീന് നിഷ്കർഷിക്കുന്ന സാഹചര്യം ഉണ്ട് എങ്കിൽ ആ രീതിയിലാണ് ഉപയോഗിക്കേണ്ടത്. വൽഗിൽബതി അലൈഹിം വൽഇൻതിഖാം മിൻഹും അവരോടുള്ള ആ ദേഷ്യത്തിലും അവർക്കെതിരെ ശിക്ഷാ നടപടികൾ എടുക്കുന്ന സന്ദർഭങ്ങളിൽ അതിന്റെ സാഹചര്യങ്ങളിൽ അപ്പോഴാണ് അവരത് പുറത്തെടുക്കേണ്ടത്. വകദാലിക ശഹ്വത്തു ഇസ്തിമാഇൽ അസ്വാത്ത് അതുപോലെ തന്നെ ശബ്ദങ്ങൾ കേൾക്കുന്ന ഇസ്തിമാഇൽ അസ്വാത്തിൽ മുതജ്ജിബത്തിൽ അല്ലദീദതി ലാ യുദമ്മു ബൽ യുഹ്മദു അതുപോലെ തന്നെ ആസ്വാദകരമായിട്ടുള്ള ആനന്ദം ലഭിക്കുന്ന ശബ്ദങ്ങൾ കേൾക്കുക എന്നുള്ളത് അത് ആക്ഷേപിക്കപ്പെട്ടുള്ളതല്ല, എന്നാൽ സ്തുതിക്കപ്പെടുന്നതാണ്. ഏത് നിലക്ക്? വഖദ് വഖഫ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ അബീ മൂസ അൽ-അശ്അരി റളിയല്ലാഹു അൻഹു വസ്തമഅ ഇലാ ഖിറാഅതിഹി അഥവാ ഒരാൾക്ക് കേൾക്കുക എന്നുള്ളത് ഇഷ്ടമാണ്. പലർക്കും പല ഇഷ്ടമായിരിക്കും. ചില ആളുകൾക്ക് കാണുന്നതായിരിക്കും, വായിക്കുന്നതായിരിക്കും അതുപോലെ ഇഷ്ടമുണ്ടാവും. ചില ആളുകൾക്ക് കുറേ സംസാരിക്കുന്നതായിരിക്കും ഇഷ്ടമുണ്ടാവുക. ചില ആളുകൾക്ക് കേൾവി ആസ്വദിക്കുക എന്നുള്ള സ്വഭാവമുള്ള ആളുകൾ ഉണ്ടാവും. അങ്ങനെ ഉണ്ട് എങ്കിൽ അവർ സംഗീതമാണോ കേൾക്കേണ്ടത്? ഹറാമായതാണോ കേൾക്കേണ്ടത്? അല്ല. അവരുടെ ആഗ്രഹത്തെ അവർ തിരിച്ചുവിടേണ്ടത് ഹലാലായിട്ടുള്ള ഉപകാരമുള്ള കാര്യത്തിലേക്കാണ്. ഏതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അബൂ മൂസ അൽ-അശ്അരി റളിയല്ലാഹു അൻഹു ഖുർആൻ പാരായണം ചെയ്യുന്നത് കേൾക്കുകയുണ്ടായി. അത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്നുകൊണ്ട് ആ ഖുർആൻ നിന്ന് കേട്ടു. വഖാല എന്നിട്ട് പറഞ്ഞു ലഖദ് ഊതിയ മിസ്മാറൻ മിൻ മസാമീർ ആലി ദാവൂദ് നബി അലൈഹിസ്സലാമിന് നൽകപ്പെട്ടിട്ടുള്ളതുപോലെ നല്ല ഈണവും നല്ല ശബ്ദവുമെല്ലാം താങ്കൾക്ക് നൽകപ്പെട്ടിട്ടുണ്ട് എന്ന് അബൂ മൂസ അൽ-അശ്അരി റളിയല്ലാഹുവിനോട് പറയാൻ. അപ്പോൾ എന്തെങ്കിലും കേൾക്കുക അല്ലെങ്കിൽ സംഗീതം കേൾക്കുക എന്നുള്ള ആഗ്രഹവും ത്വരയുമാണ് നിങ്ങൾക്കുള്ളത് എങ്കിൽ അത് നേരെ മാറ്റി എന്താ ചെയ്യേണ്ടത്? ഖുർആൻ കേൾക്കുന്നതിലേക്ക് മാറ്റുക. ആ ഒരു താല്പര്യത്തെ ഖുർആൻ കേൾക്കുന്നതിലേക്ക് മാറ്റിയെടുക്കുക. അല്ലാതെ ഞാൻ ഇനി ഒന്നും കേൾക്കില്ല എന്ന നിലക്ക് അതിനെ മാറ്റിവെക്കാൻ ശ്രമിച്ചാൽ ആളുകൾക്കത് സാധിക്കില്ല. അതിനെ നല്ലതാക്കി മാറ്റിയെടുക്കുക എന്നാണ് ചെയ്യേണ്ടത്. വകാന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു യഅ്മുറുഹു ഇദാ ഹദറ ഇൻദഹു മഅ സഹാബതി അയുസ്മിഅഹും ഖിറാഅതഹു അബൂ മൂസ അൽ-അശ്അരി റളിയല്ലാഹു അൻഹു ഏതെങ്കിലും ഒരു സദസ്സിലുണ്ടെങ്കിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു അദ്ദേഹത്തിനോട് ഖുർആൻ പാരായണം ചെയ്യാനും ബാക്കിയുള്ള ആളുകളെ അത് കേൾപ്പിക്കാനും വേണ്ടി, അദ്ദേഹത്തിന്റെ ഖുർആൻ പാരായണം കേൾപ്പിക്കാൻ വേണ്ടി. ഫയഖ്റഹു വഹും യസ്മഊൻ അദ്ദേഹം പാരായണം ചെയ്യുകയും ഒപ്പമുള്ള സ്വഹാബികൾ അത് കേൾക്കാറുമുണ്ട്. ഹാദാ കാന സമാഅൽ ഖൗം ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികൾ കേട്ടാസ്വദിച്ചിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികൾ കേട്ടാസ്വദിച്ചിരുന്ന ഈ കാര്യങ്ങളാണ്. ഫമൻ ഹറമ ഹാദാ സമാഅ ഔ മൻ കരിഹു ആരാണ് ഇതിനെ ഹറാമാക്കാനുള്ളത്? ആരാണ് ഇതിനെ വെറുക്കാനുള്ളത്? അഥവാ സംഗീതവും മറ്റും കേൾക്കാൻ പാടില്ല, സംശയമില്ല.
പക്ഷെ ആരാണ് ഇതിനെ, ഈ ഖുർആൻ കേൾക്കുന്നതിനെ, അതിനെ ആസ്വദിക്കുന്ന, കേൾവി കൊണ്ട് ആസ്വദിക്കുന്നതിനെ ആരാണ് ഹറാമാക്കാനുള്ളത്? വഹൽ ഹാദാ ഇല്ലാ സമാഉ ഖവാസിൽ ഔലിയാ, ഇത് അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ, തെരഞ്ഞെടുത്ത ഔലിയാക്കളുടെ കേൾവിയല്ലേ? അഥവാ ഖുർആൻ കേൾക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ അടയാളമല്ലേ? ഫഅയ്ന ഹാദാ മിൻ സമാഇൽ മുകാഇ വത്തസ്ദിയ വഖുർആനി ശൈത്താൻ, എവിടെയാണ് ഈ ഒരു ഖുർആൻ കേൾക്കുന്നതും അതേസമയം കൈകൊട്ടും അതുപോലെ പാട്ടും? ഖുർആനി ശൈത്താൻ എന്ന് പറഞ്ഞാൽ സംഗീതത്തിന്റെ മറ്റൊരു പേരാണ്. ഖുർആനി ശൈത്താൻ എന്നുള്ള പേര് ഉപയോഗിക്കാറുള്ളത് പല അസ്റുകളിലും വന്നിട്ടുണ്ട്. സംഗീതത്തിന് പറയുന്ന മറ്റൊരു പേരാണ്. അപ്പോ അതും ഈ ഖുർആൻ കേൾക്കുന്നതും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട്. വആലാത്തിൽ മആജിബ് ബിനഅമാത്തിൻ നാഷിദ്, അതുപോലെ തന്നെ പാട്ട് പാടുന്നവരുടെ പാട്ടും സംഗീത ഉപകരണങ്ങളും കേൾക്കുന്നതും ഖുർആൻ കേൾക്കുന്നതും എത്ര വ്യത്യാസമുണ്ട്. അപ്പോൾ കേൾക്കാനുള്ള താല്പര്യത്തെ ഈ നിലക്കാണ് ഉപയോഗിക്കേണ്ടത്. എന്നിട്ട് പറയുന്നു ഫലാ ബുദ്ദ ലിറൂഹി മിൻ സമാഇൻ തയ്യിബിൻ തതഗദ്ദാ ബിഹി, ഏതൊരു റൂഹിനും ഏതൊരു ആത്മാവിനും ആവശ്യമായിട്ടുള്ളതായിരിക്കും നല്ല കാര്യങ്ങൾ കേൾക്കുക, അവൻ ആസ്വദിക്കുന്ന കാര്യങ്ങൾ കേൾക്കുക. അതുപോലെ തന്നെ ത്വയ്യിബായ കാര്യങ്ങൾ, വിശിഷ്ടമായ കാര്യങ്ങൾ, അവന് പോഷകമേകുന്ന കാര്യങ്ങൾ അവന് ഉണ്ടാവുക എന്നുള്ളത്. അപ്പൊ ഏതൊരാൾക്കും അതൊക്കെ ആവശ്യമായിരിക്കും, കേൾക്കുക, കാണുക, അല്ലെങ്കിൽ അവൻ ഭക്ഷിക്കുക, അതുപോലുള്ള കാര്യങ്ങളൊക്കെ. എന്നിട്ട് പറയാണ് വലാകിൻ ലാ യസ്തവി മൻ ഗദാഹു അൽ അസൽ വൽ ഹൽവ വത്വയ്യിബാത്ത് വമൻ ഗദാഹു അർറജീഅ വൽ മൈതത വദ്ദം വലഹ്മുൽ ഖിൻസീർ വമാ ഉഹില്ല ബിഹി ലിഗൈരില്ലാ, ഒരിക്കലും സമമാവുകയില്ല. ഒരാൾ പോഷകമായി കഴിക്കുന്നത് തേനും അതുപോലെ തന്നെ നല്ല മധുരമുള്ള വസ്തുക്കളും വിശിഷ്ടമായ കാര്യങ്ങളുമാണ് ഒരാൾ അവന്റെ പോഷകത്തിന് വേണ്ടി കഴിക്കുന്നത്. മറ്റൊരാളോ റജീഅ, കാഷ്ടവും ശവവും രക്തവും പന്നിമാംസവും അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങളുമാണ് കഴിക്കുന്നത്. ഇവർ രണ്ടുപേരും ഒരുപോലെ ആവുമോ? ഇല്ല, ഇവർ രണ്ടുപേരും ഒരുപോലെ ആകില്ല. വയാ അജബൻ, എന്തൊരു അത്ഭുതമാണ്. ഇൻ കാന അഹ്ലു ഹാദാ ലാ യറൗന ആസാറഹു അലാ ശഫാഹിഹിം വവുജൂഹിഹിം, ഈ ആളുകൾ അഥവാ ഈ മോശപ്പെട്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അതിനെ ആസ്വദിച്ചുകൊണ്ട് മുന്നേറുന്ന ആളുകൾ അവരുടെ ചുണ്ടുകളിലാവട്ടെ മുഖങ്ങളിലാവട്ടെ അതിന്റെ അനന്തരഫലം ഉണ്ടാകുന്നുണ്ട്, അവരത് മനസ്സിലാക്കുന്നില്ല, അഥവാ അതിൻ്റെതായ ദോഷഫലങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അഫലാ യസ്തഹൂന മിൻ മുആയനതി അർബാബിൽ ബസായിർ ദാലിക അലൈഹിം, അവർ ലജ്ജിക്കുന്നില്ലേ? ഉൾക്കാഴ്ചയുള്ള ആളുകൾക്ക് ഇത് ബോധ്യപ്പെടുന്നു എന്നുള്ളത് അവർ ലജ്ജിക്കുന്നില്ലേ എന്ന് പറയാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞത് ഈ കേൾവി അതുപോലെയുള്ള ഏതൊരു കാര്യമാവട്ടെ അത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന രീതിയിൽ ആ ഒരു ശേഷിയെ നമ്മൾ മാറ്റിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. അതല്ലാതെ പ്രകൃതിയുള്ള സ്വഭാവങ്ങളെ പരിപൂർണമായി ഇല്ലാതാക്കാൻ, മോശപ്പെട്ട സ്വഭാവങ്ങളെ പരിപൂർണമായി ഇല്ലാതാക്കുക എന്നുള്ളത് ഒരാൾക്ക് സാധിക്കുന്നതല്ല എന്ന്. വൽ മഖ്സൂദ്, എന്നിട്ട് ഇബ്നു ഖയ്യിം പറയുകയാണ് ഇതിന്റെ എല്ലാം ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന റസൂമത്ത് തബീഅ വഖ്വാഹ ലാ യുംകിനു തഅതീലുഹാ ഫി ദാരിൽ ഇബ്തിലാഹി വൽ ഇംതിഹാൻ, പരീക്ഷണങ്ങളുടെ ഭവനമായിട്ടുള്ള ഈ ദുനിയാവിൽ വെച്ച് ഒരിക്കലും തന്നെ പ്രകൃതിയ മനുഷ്യനുള്ള ഈ അതിർവരമ്പുകളെ അല്ലെങ്കിൽ ഈ കെട്ടിക്കുടുക്കുകളെ, ഈ കാര്യങ്ങളെ, ഈ ശേഷികളെ ഇല്ലാതാക്കുക എന്നുള്ളത് സാധിക്കുന്ന കാര്യമല്ല. പ്രകൃതിയ നമ്മളിലുള്ള അപ്പൊ പല ആളുകളും ഈ ഒരു പ്രശ്നത്തെ ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി പല മുസ്ലിമീങ്ങൾ തന്നെയും അവർ കൗൺസിലിംഗ് സെന്ററുകളിലും അതുപോലെ തന്നെ ചികിത്സകളിലും സൈക്കാട്രികളിലും ഒക്കെ കാണിക്കുന്നുണ്ട്. ദേഷ്യം വരുന്നുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര അസൂയാണ്, അല്ലെങ്കിൽ വേറൊരാൾ പകയാണ്, അല്ലെങ്കിൽ അങ്ങനെ മോശപ്പെട്ട എന്ത് സ്വഭാവമാവട്ടെ, ഏത് സ്വഭാവമാവട്ടെ, ഓരോരുത്തർക്കും ഓരോ പോലെയായിരിക്കും. ഇത് കേൾക്കുന്ന ഒരാൾക്ക് ദേഷ്യം വരുന്നത് ഒരാൾക്ക് ദേഷ്യം വരുന്നേ ഉണ്ടാവില്ല, അല്ലെങ്കിൽ മോശപ്പെട്ട സ്വഭാവങ്ങൾ എന്തോ ആവട്ടെ. അപ്പൊ ആ സ്വഭാവങ്ങളെ അതിനെ ഇല്ലാതാക്കാൻ പറ്റുന്നില്ല എന്നായിരിക്കും വിഷമം. അതില്ലാതാക്കാൻ സാധിക്കില്ല. പക്ഷെ ചെയ്യേണ്ടത് എന്താണ്? അതിനെ നല്ല രീതിയിലേക്ക് മാറ്റിയെടുക്കുക, ആ വികാരത്തെ നല്ല രീതിയിലേക്ക് ഉപയോഗിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ പറയുന്നത് ഇബ്നു ഖയ്യിം പറയുകയാണ്, ഈ ലോകത്ത് അതിനെയൊന്നും ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ അത് സാധിക്കില്ല, അതിന് സാധിക്കുകയില്ല. ഫൽബസീറുൽ ആരിഫു യസ്തഅമിലുഹാ ഫീ മവാദിഇഹാ അന്നാഫിഅതി ലഹു, ഉൾക്കാഴ്ചയുള്ള ഒരാൾ ചെയ്യുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ ഉപകാരപ്രദമായ സന്ദർഭങ്ങളിലേക്ക് ഉപയോഗിക്കുകയാണ് ചെയ്യുക. അല്ലത്തി ലാ തഹ്റുമു അലൈഹി ദീനൻ വലാ തഖ്ദഉ അലൈഹി ത്വരീഖൻ, അവന്റെ ദീനിന് ഒരു തരത്തിലും തടസ്സമാകാത്ത, അള്ളാഹുവിലേക്കുള്ള യാത്രയിൽ ഒരു ബുദ്ധിമുട്ടുമാകാത്ത നിലക്ക് അതിനെ അവൻ മാറ്റിയെടുക്കും. വലാ തുഫ്സിദു അലൈഹി ഹാലഹു മഅല്ലാഹ് വലാ തുസ്ഖിതു മിൻ ഐനിഹി, അത് അള്ളാഹുവിന്റെ അടുക്കൽ അവന്റെ സ്ഥാനത്തെ ഒട്ടും ഫസാദാക്കി കളയുകയില്ല. അള്ളാഹുവിന്റെ അടുക്കൽ അവന്റെ സ്ഥാനം നല്ല അവസ്ഥയിലായിരിക്കും. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ കണ്ണിൽ അവൻ ഒരു വീണു പോകുന്ന, അവനൊരു നിന്ദ്യത വരുന്ന ഒരു അവസ്ഥയും അതിലൂടെ ഉണ്ടാവുകയില്ല. നല്ല രീതിയിലാണ് അതിനെ ഉപയോഗിക്കേണ്ടത്. അങ്ങനെയാണെങ്കിലാണ് ഈ ഒരു അവസ്ഥ ഉണ്ടാവുക.
എന്നിട്ട് ഇബ്നുൽ ഖയ്യിം പറയാണ് ഫഇൻ ഖുൽത, ഇനി നീ ചോദിക്കുകയാണ്, ഹൽ യുംകിനു അൻ യകൂന അൽ ഖുലുഖു കസബിയൻ ഔ ഹുവ അംറുൻ ഖാരിജുൻ അനിൽ കസബ്. നീ ചോദിക്കുകയാണ്, സ്വഭാവം എന്നുള്ളത്, ഒരാളുടെ സ്വഭാവം എന്നുള്ളത് അവൻ നേടിയെടുക്കുന്നതാണോ അതോ നേടിയെടുക്കാൻ സാധിക്കാതെ അതിനേക്കാൾ അപ്പുറത്തേക്കുള്ളതാണോ? അതായത് ഇപ്പൊ മോശപ്പെട്ട സ്വഭാവങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞല്ലോ. അപ്പൊ നല്ല ഗുണങ്ങളെ ഒരാൾക്ക് നേടിയെടുക്കാൻ സാധിക്കുമോ അതല്ല നേടിയെടുക്കാൻ പറ്റാത്ത ഒന്നാണോ? അള്ളാഹു ഇങ്ങനെയാണ് നീ ആക്കുക, അല്ലെങ്കിൽ ആ രീതിയിൽ നിരുപാധികം അള്ളാഹുവിന്റെ കൗനിയായ ഒരു തീരുമാനം പോലെ, അഥവാ മഴ പെയ്യണം അല്ലെങ്കിൽ കാറ്റടിക്കണം അതുപോലെയുള്ള തീരുമാനം പോലെ അങ്ങനെ മാത്രമാണോ എന്റെ സ്വഭാവമാവുക? നല്ല സ്വഭാവങ്ങൾ എനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന നിലക്ക് നീ ചോദിക്കുകയാണെങ്കിൽ ഖുൽതു, ഞാൻ പറയുന്നു, യുംകിനു അൻ യഖഅ കസബിയൻ ബിത്തഖല്ലുഖി വതകല്ലുഫ്. നിനക്കൊരു സ്വഭാവത്തെ നേടിയെടുക്കാൻ സാധിക്കും, ആ സ്വഭാവത്തെ പരിശ്രമിച്ചുകൊണ്ടും അതുപോലെ തന്നെ ആ സ്വഭാവത്തെ അഭിനയിച്ചുകൊണ്ടും. അതായത് നിനക്കൊരു സ്വഭാവം, നല്ല സ്വഭാവം ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ മോശപ്പെട്ട സ്വഭാവം അതിനെ ഈ നിലക്ക് മാറ്റിവിടണമെങ്കിലുമെല്ലാം നിനക്ക് ആ സ്വഭാവത്തെ നേടിയെടുക്കാൻ സാധിക്കും. എങ്ങനെ? പരിശ്രമിച്ചുകൊണ്ട്. ആ സ്വഭാവം എനിക്കുണ്ട് എന്ന നിലക്ക് നാം ഓരോരുത്തരും അഭിനയിച്ചുകൊണ്ട്, അഥവാ ഒരു നല്ല സ്വഭാവം നമുക്ക് വേണം. ഇപ്പോൾ ആവശ്യമില്ലാതെ സംസാരിക്കാതിരിക്കുക എന്നുള്ള സ്വഭാവം വേണം. അപ്പോൾ ചില ആളുകൾക്ക് എപ്പോഴും സംസാരിക്കണം എന്നുള്ള ഭയങ്കര ആഗ്രഹമായിരിക്കും, അല്ലെങ്കിൽ അവൻ സംസാരിച്ചു പോകും. അങ്ങനെ ആളുകളുണ്ട്. ചില ആളുകൾ എന്ത് പറഞ്ഞാലും ഒരു ഗീബത്തിലേക്ക് എത്തും, ചില ആളുകൾ എന്ത് പറഞ്ഞാലും തമാശയായി തീരും, ചില ആളുകൾ എന്ത് പറഞ്ഞാലും അങ്ങനെ എന്തെങ്കിലും വേറെ കാര്യമായി തീരും, അല്ലെങ്കിൽ എപ്പോഴും ഫ്രഷ് മാത്രം പറയുന്ന ആളുകൾ, അങ്ങനെയൊക്കെ ഉണ്ടാവും. അവർക്ക് ചില സ്വഭാവങ്ങൾ ഉണ്ടാവുക നിലയ്ക്ക്. അപ്പോൾ അവൻ ആഗ്രഹിക്കുകയാണ്, ഞാൻ നല്ലത് മാത്രമേ പറയുള്ളൂ, അല്ലെങ്കിൽ നിശബ്ദത ഉണ്ടായിരിക്കണം എന്ന് ആഗ്രഹിക്കുകയാണ്. അവൻ എന്താ ചെയ്യേണ്ടത്? അവന് സംസാരിക്കാൻ തോന്നുന്ന സമയത്ത് അതിനെ പരിശീലിച്ച് സംസാരിക്കുന്ന, അഭിനയിച്ച്, അല്ലെങ്കിൽ അത് നേടിയെടുത്ത് അതിനാദ്യം കാട്ടിക്കൂട്ടി അവന്റെ സ്വഭാവമായി എടുക്കണം. ഹത്താ യസീറ ലഹു സജീയത്തൻ വമലക്കത്തൻ. അത് അവന്റെ പെരുമാറ്റമായി അവന്റെ കൺട്രോളിൽ വരുന്നത് വരെ അവൻ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം. അങ്ങനെ അവൻ നേടിയെടുക്കാൻ പറ്റും. അതിനുള്ള ചില ദലീലുകളാണ്. വഖദ് ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലി അശജ് അബ്ദുൽ ഖൈസ് റഹിമഹുല്ലാഹ്. ഒരിക്കൽ ഒരു സംഘം ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വരികയുണ്ടായി. അങ്ങനെ ആളുകൾ വന്നപ്പോൾ മദീനത്തെ മസ്ജിദിലേക്കോ അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കിലേക്ക് ആളുകൾ വന്ന ഉടനെ അവരെ കെട്ടും പാണ്ടും വാഹനം ഒന്നും നോക്കാതെ വേഗം ഓടിയെടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കിലേക്ക് വരികയാണ്. പക്ഷെ അതിൽപ്പെട്ട അശജ് അബ്ദുൽ ഖൈസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം വന്ന വാഹനാമൃഗത്തെ ഒരു നല്ല രീതിയിൽ കെട്ടിയൊതുക്കി വെച്ച് അതിന്റെ മേലെയുള്ള ചരക്കുകളൊക്കെ വൃത്തിക്ക് ചെയ്ത് ഒരു സാവധാനത്തിൽ എല്ലാം ശരിയാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കിലേക്ക് വന്നു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുന്നുണ്ട്. അപ്പൊ ഇത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അശജ് അബ്ദുൽ ഖൈസിനോട് പറഞ്ഞു, ഇന്ന ഫീക ലഖുലുഖൈൻ യുഹിബ്ബുഹുമല്ലാഹ്. നിന്നിൽ രണ്ട് സ്വഭാവങ്ങളുണ്ട്, അള്ളാഹു ഇഷ്ടപ്പെടുന്ന രണ്ട് സ്വഭാവങ്ങൾ എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അൽ ഹിൽമു വൽ അനാതു. ഒരു കാര്യം വിവേകത്തോടു കൂടി ചെയ്യുക, ഒരു കാര്യം അവധാനതയോടുകൂടി ചെയ്യുക എന്നുള്ള രണ്ട് സ്വഭാവം നിന്നിലുണ്ട് എന്ന് പറഞ്ഞു. വിവേകവും അവധാനതയും എല്ലാം, ഒരു കാര്യം അതിന്റെ ആ രീതിയിൽ ചെയ്യുക എന്നുള്ള രണ്ട് ഗുണങ്ങളുണ്ട് എന്ന് പറഞ്ഞു. ഫഖാല, അപ്പോൾ അശജ് അബ്ദുൽ ഖൈസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അഖുലുഖൈനി തഖല്ലഖ്തു ബിഹിമാ അം ജബലനി അല്ലാഹു അലൈഹിമാ. റസൂലേ, ആ രണ്ട് സ്വഭാവം ഞാൻ പരിശ്രമിച്ച് നേടിയെടുത്ത സ്വഭാവമാണോ അതല്ല അള്ളാഹു എന്നിൽ പ്രകൃതിയാ നൽകിയിട്ടുള്ള സ്വഭാവമാണോ എന്ന് ചോദിച്ചു. ഞാൻ നേടിയെടുത്തതാണോ അതോ അള്ളാഹു എനിക്ക് പ്രകൃതിയാ നൽകിയിട്ടുള്ളതാണോ? ഫഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബൽ ജബലകല്ലാഹു അലൈഹിമാ. നിനക്ക് അള്ളാഹു തആല പ്രകൃതിയാ നൽകിയിട്ടുള്ളതാണ്. നിനക്ക് ജന്മനാ നൽകിയിട്ടുള്ള അള്ളാഹു നൽകിയ സ്വഭാവമാണ്, നീ പരിശ്രമിച്ചെടുത്തതല്ല എന്ന് പറഞ്ഞു. ഫഖാല, അപ്പോൾ ഇത് കേട്ടപ്പോൾ അശജ് അബ്ദുൽ ഖൈസ് പറഞ്ഞു, അൽഹംദുലില്ലാഹില്ലദീ ജബലനി അലാ ഖുലുഖൈനി യുഹിബ്ബുഹുമല്ലാഹ് വറസൂലുഹു. അള്ളാഹുവും റസൂലും ഇഷ്ടപ്പെടുന്ന രണ്ട് സ്വഭാവങ്ങൾ എന്നിൽ പ്രകൃതിയാ നൽകിയ, എന്റെ ആ ജന്മസിദ്ധിയായിട്ട് എനിക്ക് നൽകിയ അള്ളാഹുവിന് സ്തുതി എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഹദീസിന് എന്ത് മനസ്സിലായി? ഒരാളുടെ സ്വഭാവം അയാൾ പരിശ്രമിച്ചെടുക്കുന്നതുകൊണ്ട് അത് അള്ളാഹു സുബ്ഹാനഹു വ തആല ജന്മന നൽകുന്നതുമുണ്ട് എന്ന് മനസ്സിലായി. മറ്റൊരു തെളിവ് കൂടി ഇബ്നുൽ ഖയ്യിം കൊടുക്കുകയാണ്. ഫദല്ല അലാ അന്ന മിനൽ ഖുലുഖ്. മറ്റൊരു തെളിവ് ഈ സ്വഭാവത്തിൽ മാ ഹുവ തബീഅത്തുൻ വ ജിബില്ലത്തുൻ, പ്രകൃതിയായുള്ള സ്വഭാവമുണ്ട്, നേടിയെടുക്കുന്ന സ്വഭാവമുണ്ട്. വമാ ഹുവ മുക്തസബുൻ, നേടിയെടുക്കുന്ന സ്വഭാവമുണ്ട് എന്നുള്ളതിന്, അഥവാ തബീഅത്തും ജിബില്ലത്തുമായിട്ട് പ്രകൃതിയാ ജന്മനാ ഉള്ള സ്വഭാവമുണ്ട്, നേടിയെടുക്കുന്ന സ്വഭാവമുണ്ട് എന്നുള്ളതിനുള്ള ദലീലായിട്ട് വകാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു ഫി ദുആഇൽ ഇസ്തിഫ്താഹ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രി നിസ്കാരത്തിൽ ഫാത്തിഹയ്ക്ക് മുമ്പ് പാരായണം ചെയ്യാറുള്ള ഇസ്തിഫ്താഹിന്റെ ദുആയിൽ വജ്ജഹതു വജ്ഹിൽ ലദി എന്ന് തുടങ്ങുന്നതിന്റെ അവസാന ഭാഗത്തിൽ ഈ വാക്ക് കാണാം, ഈ ദുആ കാണാം, അല്ലാഹുമ്മ ഹ്ദിനി ലി അഹ്സനിൽ അഖ്ലാഖ്, അല്ലാഹുവേ എന്നെ ഏറ്റവും നല്ല സ്വഭാവത്തിലേക്ക് നീ വഴി കാണിക്കണമേ, ലാ യഹ്ദി ലി അഹ്സനിഹാ ഇല്ലാ അൻത, നിനക്കല്ലാതെ ആ നല്ല സ്വഭാവത്തിലേക്ക് വഴി കാണിക്കാൻ വേറെ ആൾക്കും സാധിക്കില്ല, വസ്രിഫ് അന്നി സയ്യിഹാ, മോശപ്പെട്ട സ്വഭാവത്തിന് എന്നെ നീ തെറ്റിക്കണമേ, ലാ യസ്രിഫ് അന്നി സയ്യിഹാ ഇല്ലാ അൻത, നിനക്കല്ലാതെ അതിനെ തെറ്റിക്കാൻ കഴിയുകയുമില്ല. ഫദക്കറൽ കസബ വൽ ഖദറ, എന്നിട്ട് ഇബ്നുൽ ഖയ്യിം പറയുകയാണ്, ഇതിൽ നേടിയെടുക്കുന്നതിനെയും പറഞ്ഞു അള്ളാഹുവിന്റെ വിധിയെയും പറഞ്ഞു. അഥവാ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു. അപ്പൊ എന്താണ്? സ്വഭാവം മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ളതിനാണ്. രണ്ട്, നിനക്കല്ലാതെ മാറ്റാൻ പറ്റില്ല എന്ന് പറയുന്നു. അപ്പൊ അള്ളാഹു തആല സംവിധാനിക്കുന്ന സ്വഭാവങ്ങളുമുണ്ട് എന്നുള്ളതിന് ഇതും ദലീലാണ്. ചുരുക്കം പറഞ്ഞാൽ സ്വഭാവങ്ങൾ രണ്ടു തരത്തിലുണ്ട്. തബഈയായത് അല്ലെങ്കിൽ ജിബില്ലിയായത്, മനുഷ്യനിൽ പ്രകൃതിയാ ഉള്ളതുമുണ്ട്. രണ്ടാമത്തേത് അവൻ നേടിയെടുക്കുന്നതുമുണ്ട്. അവൻ നേടിയെടുക്കുന്നത് അവന്റെ പരിശ്രമത്തിലൂടെ, അവന്റെ കഠിന പ്രയത്നത്തിലൂടെ അവൻ നല്ല സ്വഭാവങ്ങളെ അവന് നേടിയെടുക്കാൻ സാധിക്കും. ഇനി ഇതിന്റെ തുടർച്ചയായിക്കൊണ്ട് ഇബ്നുൽ ഖയ്യിം കൊടുക്കുന്ന ഒരു കാര്യം, ആളുകളുമായിട്ട് ഇടപഴകുമ്പോഴാണ് പലപ്പോഴും ഓരോ വ്യക്തികളുടെയും സ്വഭാവം വെളിവാകുക. ആളുകളുമായിട്ട് ഇടപഴകുന്നതിൽ ആളുകളുടെ ഉപദ്രവങ്ങൾ നേരിടുമ്പോൾ, ആളുകളിൽ നിന്ന് നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പെരുമാറ്റത്തിലൂടെയോ മറ്റുമെല്ലാം ഉണ്ടാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഓരോ വ്യക്തിയുടെയും സ്വഭാവം അതിന്റെ യഥാർത്ഥ രൂപത്തിലേക്ക് വരിക. അപ്പൊ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അത് ദീനിന്റെ പേരിലാവട്ടെ, വ്യക്തിപരമാവട്ടെ, കുടുംബപരമാവട്ടെ, കച്ചവടപരമാവട്ടെ, അല്ലെങ്കിൽ അയൽപക്ക ബന്ധമാവട്ടെ, ദാമ്പത്യ ജീവിതമാവട്ടെ, എന്തോ ആവട്ടെ, ആ ആളുകളിൽ നിന്നുള്ള ഉപദ്രവങ്ങൾ വരുമ്പോൾ ആ ഒരു അടിമ മനസ്സിലാക്കേണ്ട, അല്ലെങ്കിൽ ഒരു അടിമ മനസ്സിലാക്കുന്ന ചില മഷ്ഹദുകളെ പറ്റി, ചില യാഥാർത്ഥ്യങ്ങളെ പറ്റിയാണ് പറയുന്നത്. ഈ ഒരു ഫസ്ലിൽ തന്നെ ചെറിയ തലക്കെട്ടായി കൊടുക്കുന്നത് മശാഹിദുൽ അബ്ദി ഫീമാ യുസീബുഹു മിൻ അദൽ ഖൽഖ്, സൃഷ്ടികളുടെ ഉപദ്രവം നേരിടുന്ന സന്ദർഭത്തിൽ, അഥവാ സൃഷ്ടികളിൽ നിന്നുള്ള ഉപദ്രവം എന്തെങ്കിലും ബാധിക്കുന്ന സമയത്ത് ഒരടിമക്ക് ബോധ്യപ്പെടുന്ന കാര്യങ്ങൾ, ചില കാര്യങ്ങൾ ഒരടിമക്ക് ബോധ്യപ്പെടും, അല്ലെങ്കിൽ അവന് ബോധ്യപ്പെടേണ്ടതാണ്. ആ കാര്യങ്ങളെയാണ് പറയുന്നത്. വഹാഹുനാ ലിൽ അബ്ദി 11 മശ്ഹദൻ ഫീമാ യുസീബുഹു മിൻ അദൽ ഖൽഖി വജിനായതിഹിം അലൈഹി. ഈ പറയുന്ന 11 കാര്യങ്ങൾ, 11 അവസ്ഥകൾ, 11 സാഹചര്യങ്ങൾ ഒരാൾ ബോധ്യപ്പെടേണ്ട, മനസ്സിലാക്കേണ്ടതാണ്. സൃഷ്ടികളിൽ നിന്ന്, മറ്റുള്ള സൃഷ്ടികളിൽ നിന്ന്, അവൻ ഇടപഴകുന്ന ആളുകളിൽ നിന്ന് അവന് വെറുപ്പുള്ള, അല്ലെങ്കിൽ അവരിൽ നിന്നുള്ള ഉപദ്രവം അവനെ ബാധിക്കുന്ന സന്ദർഭത്തിൽ. അഹദുഹ, അതിൽ ഒന്നാമത്തേത് മഷ്ഹദുൽ ഖദർ, ഒന്നാമത്തേത് മനസ്സിലാക്കേണ്ടത്. അതായത് സൃഷ്ടികളുടെ ഭാഗത്ത് നിന്ന്, അഥവാ നമ്മുടെ ചുറ്റുമുള്ള ആളുകളെ ചിന്തിക്കുക. നമ്മുടെ ചുറ്റുമുള്ള ആളുകളെ, ഒരാൾക്ക് അയൽവാസിയാവും പ്രശ്നം, ഒരാൾക്ക് ചിലപ്പോൾ ഭാര്യയായിരിക്കും, മറ്റൊരാൾക്ക് ഭർത്താവായിരിക്കും, അല്ലെങ്കിൽ വേറെ കുടുംബക്കാരായിരിക്കും, അല്ലെങ്കിൽ വേറെ സുഹൃത്തുക്കളായിരിക്കും. ആരിൽ നിന്നെങ്കിലും എന്തെങ്കിലും നമുക്ക് ഇഷ്ടമില്ലാത്ത സംസാരമോ പ്രവർത്തനമോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ഉണ്ടാകുന്ന സമയങ്ങളിൽ, അവരിൽ നിന്നുള്ള ഉപദ്രവം ഉണ്ടാകുന്ന സന്ദർഭത്തിൽ മനസ്സിലാക്കേണ്ട കാര്യങ്ങളിൽ ഒന്നാമത്തേത് മഷ്ഹദുൽ ഖദർ, അള്ളാഹുവിന്റെ ഖദറാണത് എന്ന് മനസ്സിലാക്കണം. അള്ളാഹു എന്റെ മേലെ വിധിച്ചതാണ് എന്ന് മനസ്സിലാക്കണം. ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് അള്ളാഹു തആല രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് എന്ന് മനസ്സിലാക്കണം. വഅന്നമാ ജറാ അലൈഹി ബിമശീഅത്തില്ലാഹി വഖദാഇഹി വഖദരിഹി, അവന് സംഭവിക്കുന്ന ഏത് കാര്യവും, അഥവാ ഒരു സൃഷ്ടിയിൽ നിന്നുള്ള കാര്യമാണെങ്കിലും, സൃഷ്ടികൾ എന്നുള്ളത് വെറും ആലത്താണ്. അള്ളാഹുവിന്റെ വിധിയാണ് എന്റെ മേലെ സംഭവിക്കുന്നത്. അത് അള്ളാഹുവിന്റെ തീരുമാനവും അള്ളാഹുവിന്റെ ഉദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാക്കണം. യറാഹു കത്തഅദീബിൽ ഹർരി വൽ ബർദ് വൽ മറദ് വൽ അലം, അവൻ അതിനെ കാണേണ്ടത്, അവൻ അതിനെ മനസ്സിലാക്കേണ്ടത് ചൂടും തണുപ്പും പോലെ, അതുപോലെ തന്നെ രോഗവും വേദനയും പോലെ, അതുകൊണ്ടുള്ള ഒരു ദോഷം പോലെ ഒരു ദോഷം മാത്രമാണിത്. നമുക്ക് ആരെങ്കിലും തണുപ്പ് കൂടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നമുക്ക് തണുപ്പ് കൂടി, നമ്മുടെ ചുറ്റുമുള്ള അന്തരീക്ഷത്തിൽ തണുപ്പ് വല്ലാതെ കൂടി, അതിന്റെ ദോഷം ഉണ്ടാകും. ചൂട് വല്ലാതെ കൂടി, അതിന്റെ ഉപദ്രവം നമ്മൾ ക്ഷമിക്കും, അതിന് രക്ഷ നേടാനുള്ള വഴികൾ നോക്കും. പക്ഷെ അതിന്റെ അടിസ്ഥാനം എന്താണ്? ഇത് നമുക്ക് നമ്മുടെ കയ്യിലില്ലാത്തൊരു കാര്യമാണ്. അപ്പോ അള്ളാഹുവിന്റെ വിധിയാണ് എനിക്കിത് വന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കണം. അൽ മഷ്ഹദു സാനി, രണ്ടാമത്തേതാണ് ബോധ്യപ്പെടേണ്ടത് മഷ്ഹദു സബർ, ക്ഷമയുടെ മഷ്ഹദാണ്. ഞാൻ ക്ഷമിക്കണം എന്നവൻ മനസ്സിലാക്കണം, എനിക്ക് ക്ഷമ ഉണ്ടാകണം എന്നുള്ളത്. ഫയശ്ഹദുഹു വയശ്ഹദു വുജൂബഹു, അവൻ ക്ഷമ ഉണ്ടാകണം എന്നുള്ളത് മനസ്സിലാക്കണം, ക്ഷമിക്കൽ നിർബന്ധമാണ് എന്നുള്ളതും മനസ്സിലാക്കണം. വഹുസ്ന ആഖിബതിഹി വജസാഅ അഹ്ലിഹി,
ആ ക്ഷമിക്കുന്ന ആളുകളുടെ പര്യവസാനവും ആ ക്ഷമിക്കുന്നവർക്കുള്ള പ്രതിഫലവും അവൻ മനസ്സിലാക്കണം. വമായ തറത്തബു അലൈഹി മിനൽ ഗിബ്തതി വസ്സുറൂർ, അതിലൂടെ അവന് നേടാൻ സാധിക്കുന്ന സന്തോഷവും ആനന്ദവും മറ്റുള്ള ആളുകൾ കുതിക്കുന്ന ഒരു സ്ഥാനത്തേക്ക് അവൻ എത്തുമെന്നുള്ളത് അവന് മനസ്സിലാക്കാൻ സാധിക്കണം. രണ്ടാമത്തേത് അവന് ക്ഷമിക്കുന്ന അവസ്ഥ ഉണ്ടായിരിക്കണം. അൽ മശ്ഹദു സാലിസ്, മൂന്നാമത്തേത് പറയുന്ന വിഷയം ഓർമ്മ വേണം. ആളുകളിൽ നിന്നുള്ള, നമ്മുടെ ചുറ്റുമുള്ള ആളുകളിൽ നിന്നുള്ള ഉപദ്രവങ്ങൾ ഉണ്ടാവുമ്പോൾ നമ്മളിൽ ബോധ്യപ്പെടേണ്ട കാര്യങ്ങളാണ്. മൂന്നാമത്തേത് ഒരു അടിമയ്ക്ക് ബോധ്യപ്പെടുന്നത് മഷ്ഹദുൽ അഫ്വി വസ്സഫ്ഹി വൽ ഹിൽം, വിട്ടുവീഴ്ച ചെയ്യേണ്ട, പുറത്തു കൊടുക്കേണ്ട, അതുപോലെ തന്നെ വിവേകത്തോടുകൂടി കുറച്ച് അവധാനതയോടുകൂടി കാര്യങ്ങൾ ചെയ്യേണ്ടതാണ് എന്നുള്ള ബോധം വേണം. എടുത്ത വഴിക്ക് അതിന് പ്രതികാരം ചെയ്യാൻ വേണ്ടി ഇറങ്ങാതെ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പറയാതെ ചെയ്യാതെ ഇത് വിട്ടുവീഴ്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്, ഞാൻ വിട്ടുപുറത്തു കൊടുക്കേണ്ട ഒരു കാര്യമാണ് എന്ന നിലയ്ക്ക് അവൻ മനസ്സിലാക്കണം. ഫഇന്നഹു മതാ ശഹിദ ദാലിക വഫദ്ലഹു വഹലാവതുഹു വഇസ്സതുഹു, ആളുകൾക്ക് വിട്ടുകൊടുക്കുന്നതിന്റെ, ആളുകൾക്ക് പുറത്തു കൊടുക്കുന്നതിന്റെ ഇസ്സത്തും ഫദ്ലും മാധുര്യവും അതിന്റെ ശ്രേഷ്ഠതയും പ്രതാപവും മാധുര്യവും അവൻ ആസ്വദിച്ചു കഴിഞ്ഞാൽ ലം യഅദിൽ അൻഹു ഇല്ലാ ലിഗബ്ശിൻ ഫീ ബസീറതിഹി, ഈ ഒരു കാര്യം ചെയ്യാൻ സാധിക്കാത്തവർ ആർക്ക് മാത്രമേ ഉള്ളൂ? ആർക്കാണ് സാധിക്കാതിരിക്കുന്നവർ? ഉൾക്കാഴ്ചയിൽ അന്ധത ബാധിച്ച ആളുകൾക്ക് മാത്രമേ സാധിക്കാതിരിക്കുള്ളൂ. അതായത് തന്നെ ഇങ്ങോട്ട് ഉപദ്രവിച്ചാൽ വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കുക എന്നുള്ളത് ചില ആളുകൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. ആ ബുദ്ധിമുട്ട് ആർക്കേ ഉള്ളൂ? ഉൾക്കാഴ്ചയില്ലാത്ത ആളുകൾക്ക് ഉണ്ടാവുള്ളൂ. കാരണം വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കുന്നതിലൂടെ അവനുണ്ടാകുന്ന ഇസ്സത്തും അവൻ അതിലൂടെ ലഭിക്കുന്ന ഹലാവത്തും ആസ്വാദനവും മാധുര്യവും സ്ഥാനവും എല്ലാം മനസ്സിലാക്കിയിരുന്നെങ്കിൽ അവൻ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുമായിരുന്നു. അൽ മഷ്ഹദു റാബി, നാലാമത്തെ മഷ്ഹദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബോധ്യപ്പെടുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ മഷ്ഹദു റിള, തൃപ്തിയുടേതാണ്. അതായത് മറ്റുള്ള സൃഷ്ടികളിൽ നിന്ന് ഉപദ്രവം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൽ തൃപ്തിപ്പെടുന്ന അവസ്ഥ. വഹുവ ഫൗഖ മഷ്ഹദിൽ അഫ്വി വസ്സഫ്, വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുന്ന, പുറത്തു കൊടുക്കുന്ന സ്ഥാനത്തിനേക്കാൾ മേലെയാണ് എന്ത്? റിളയുടെ സ്ഥാനം എന്നുള്ളത്. വഹാദാ ലാ യകൂനു ഇല്ലാ ലിന്നുഫൂസിൽ മുത്മഇന്ന, അങ്ങേയറ്റം തുമഅനീനത്തിലെത്തിയിട്ടുള്ള, സമാധാനം കണ്ടെത്തിയിട്ടുള്ള മനസ്സുകൾക്കല്ലാതെ അതിന് സാധിക്കില്ല. സിയമ ഇൻ കാന മാ ഉസീബത് ബിഹി സബബുഹു അൽ ഖിയാമു ലില്ലാ, പ്രത്യേകിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ചെയ്തപ്പോൾ ആളുകളിൽ നിന്നുള്ള ഉപദ്രവം ഉണ്ടാകുമ്പോൾ അതിൽ അവൻ തൃപ്തിപ്പെട്ടു കഴിഞ്ഞാൽ, ആ തൃപ്തിപ്പെടാൻ സാധിക്കുക എന്നുള്ളതെല്ലാം മഹത്തരമായിട്ടുള്ള കാര്യമാണ്. അവനെന്താ അവന്റെ അവസ്ഥ ഉണ്ടാവുക? ഫൈൻ കാന മാ ഉസീബ ബിഹി ഫില്ലാ, അള്ളാഹുവിന് വേണ്ടിയാണ് അവൻ എന്തെങ്കിലും ബാധിച്ചത് എങ്കിൽ, വഫി മർദാതിഹി വ മഹബ്ബതിഹി, അള്ളാഹുവിന്റെ തൃപ്തി നേടാനും അള്ളാഹുവിന്റെ ഇഷ്ടം നേടാനുമാണ് ഏതെങ്കിലും ഒരാളുടെ ഉപദ്രവം അവൻ സഹിച്ചത് എങ്കിൽ, തൃപ്തിപ്പെട്ടത് എങ്കിൽ, റളിയത് ബിമാ നാലഹാ ഫില്ലാ, അങ്ങനെ അവൻ അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി എനിക്കിത് കിട്ടിയല്ലോ എന്നുള്ളതിൽ അവൻ തൃപ്തിപ്പെടുന്ന ഒരവസ്ഥ, ഇത് അവന് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് വിട്ടുവീഴ്ച ചെയ്ത് പുറത്തു കൊടുക്കുന്നതിനേക്കാൾ മുകളിലുള്ള ഒന്നാണ് ആളുകളുടെ ഉപദ്രവത്തിൽ അതിനെ തൃപ്തിപ്പെടുക എന്നുള്ളത്. അത് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടാണെങ്കിലോ അത് അതിമഹത്തരമായിട്ടുള്ള അവസ്ഥയുമാണ്. ഇതൊരാൾ ബോധ്യപ്പെടേണ്ടതാണ്. അൽ മഷ്ഹദുൽ ഖാമിസ്, അഞ്ചാമത്തേത് മഷ്ഹദുൽ ഇഹ്സാൻ, ഇഹ്സാനിന്റെ മഷ്ഹദാണ്. അതായത് നമ്മെ ഉപദ്രവിച്ച ഒരാളോട് അങ്ങോട്ട് ഇഹ്സാൻ ചെയ്യുക. വഹുവ അർഫഉ മിമ്മാ ഖബ്ലഹു, അത് നേരത്തെ പറഞ്ഞതിനേക്കാൾ അഥവാ റിളയേക്കാൾ മുകളിലാണ്. വഹുവ അൻ യുഖാബില ഇസാഅത്തൽ മുസീ ഇലൈഹി ബിൽ ഇഹ്സാൻ, അതെങ്ങനെയാണ്? ഇങ്ങോട്ട് ദോഷം ചെയ്ത ഒരാളോട് അങ്ങോട്ട് നന്മ ചെയ്യലാണ്. ഫയുഹ്സിന ഇലൈഹി കുല്ലമാ അസാഹു ഇലൈഹി, എത്രത്തോളം ഇങ്ങോട്ട് ഉപദ്രവം ചെയ്യുന്നോ അത്രത്തോളം അങ്ങോട്ട് നന്മ ചെയ്യുന്ന അവസ്ഥ. ഇത് പറഞ്ഞത് മഷ്ഹദുൽ ഇഹ്സാൻ, ഇങ്ങോട്ട് ഉപദ്രവിച്ച ആൾക്ക് അങ്ങോട്ട് നന്മ ചെയ്യുന്ന അവസ്ഥ. ഇങ്ങോട്ട് എപ്പോഴൊക്കെ ഉപദ്രവം ഉണ്ടാക്കുന്നോ അപ്പോഴൊക്കെ അങ്ങോട്ട് നന്മ ചെയ്യുന്ന അവസ്ഥ. ഇത് നേരത്തെ പറഞ്ഞ റിളയേക്കാൾ വലിയ കാര്യമാണ്. അൽ മഷ്ഹദു സാദിസ്, ആറാമത്തേത്, പിന്നെ സത്യം പറഞ്ഞാൽ ഇത് നമുക്ക് പറയാനും കേൾക്കാനൊക്കെ എളുപ്പമുള്ള കാര്യങ്ങളാണ്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഇത് കൊണ്ടുവരിക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത്രയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞതുപോലെ വലിയൊരു ഹബ്ബ്, വലിയൊരു സൗഭാഗ്യം ലഭിച്ച ആളുകൾക്കല്ലാതെ ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സൻ, നല്ലത് കൊണ്ട് ഇഹ്സാൻ കൊണ്ട് തിരിച്ച് ഇങ്ങോട്ട് ഉപദ്രവം ചെയ്തവരോട് തിരിച്ച് ഇഹ്സാൻ ചെയ്യാൻ സാധിക്കില്ല. വലിയ ഹബ്ബ്, വലിയ സൗഭാഗ്യം ലഭിക്കണം. അള്ളാഹുവിനോട് ചോദിക്കേണ്ടതാണ്. ഏറ്റവും മഹത്തായ സ്വഭാവ ഗുണത്തിന്റെ ഉടമകൾക്ക് അങ്ങനെ സാധിക്കുകയുള്ളൂ. അൽ മഷ്ഹദു സാദിസ്, ആറാമത്തേത് മഷ്ഹദു സലാമത്തി വ ബർദിൽ ഖൽബ്, ഒരാൾ അവൻ കണ്ടെത്തേണ്ടത്, അഥവാ മറ്റൊരാളുടെ ഉപദ്രവം ഉണ്ടാകുമ്പോൾ, സൃഷ്ടികളിൽ നിന്നുള്ള ഉപദ്രവം ഉണ്ടാകുമ്പോൾ അവൻ കണ്ടെത്തേണ്ടത് രക്ഷയുള്ള, സമാധാനം നിറഞ്ഞ ഖൽബിന്റെ ശാന്തതയുള്ള ഒരവസ്ഥയാണ്. ഖൽബിനെ ശാന്തമായ അവസ്ഥയിലാക്കുക എന്നുള്ളതാണ്.
വഹാദ മഷ്ഹദുൻ ശരീഫുൻ ജിദ്ദൻ ലിമൻ അറഫഹു. ഇത് മനസ്സിലാക്കിയവർക്ക് മഹത്തരമായിട്ടുള്ള അവസ്ഥ. ചില ആളുകളെ കാണാം, ആളുകളിൽ നിന്ന് എന്തെങ്കിലും സംസാരം ഉണ്ടായി, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമല്ലാത്തൊരു പെരുമാറ്റം ഉണ്ടായി, അല്ലെങ്കിൽ നമ്മളാരും മനസ്സിലാക്കിയില്ല, അതിൻ്റെ പേരിൽ വെറുതെ ടെൻഷൻ അടിക്കുന്ന ആളുകൾ, അവരുടെ കൽബ് അസ്വസ്ഥമാകുന്ന ആളുകൾ, ബേജാറാകുന്ന ആളുകൾ. കൽബിനെ എന്താക്കണം? ശാന്തമായി വിടണം. ആളുകളുടെ ഉപദ്രവം ഉണ്ടാകുമ്പോൾ ശാന്തമായിട്ടുള്ള അവസ്ഥയിൽ, അത് ശ്രേഷ്ഠമായിട്ടുള്ള ഒരു മഷ്ഹദാണ്, മനസ്സിലാക്കുന്ന കാര്യമാണ്. വദാഖ ഹലാവതഹു, അതിന്റെ രുചി ആസ്വദിച്ച ആളുകൾക്ക് അറിയാം അതിന്റെ ശ്രേഷ്ഠത എത്രയുണ്ട്. അതായത് ആളുകൾ ഇങ്ങോട്ട് ഉപദ്രവിക്കുമ്പോഴും കൽബിനെ ഏറ്റവും വിശാലമായി വിടാൻ സാധിക്കുക എന്നുള്ളത്, അതിന്റെ രുചി ആസ്വദിച്ചവർക്കറിയാം, അതിന്റെ മാധുര്യം ആസ്വദിച്ചവർക്കറിയാം അതെത്ര മഹത്തരമാണ്. വഹുവ അല്ലാ യശ്ഗല ഖൽബഹു വസിറഹു ബിമാ നാലഹു മിനൽ അദാ. അവൻ എന്താണോ ആളുകൾ ഉപദ്രവിച്ചത്, അതുകൊണ്ട് എനിക്ക് എന്താണോ സംഭവിച്ചത്, അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കാനോ അതിനെക്കുറിച്ച് ഉള്ളിലിട്ട് ബേജാറാവാനോ ഒന്നിനും നിൽക്കില്ല. അവന്റെ കൽബിനെ ചിന്തയെ കൊടുക്കില്ല. അതിങ്ങനെ ആലോചിച്ച് ആളുകൾ എന്നോട് അങ്ങനെ ചെയ്തല്ലോ, എന്നെ അങ്ങനെ ബുദ്ധിമുട്ടിച്ചല്ലോ, അല്ലെങ്കിൽ എന്നോടുള്ള ഹക്ക് വീട്ടിയില്ലാലോ, എന്നെ അങ്ങനെ ഒന്നും ആലോചിക്കില്ല. അവന്റെ കൽബ് അതിനെ കുറിച്ചിട്ട് മുഴുകയില്ല. വതലബിൽ വുസൂലി ഇലാ ദർകി സഅരിഹി, അതിന് പകരം ചോദിക്കണം. വശിഫാഇ നഫ്സിഹി, അവന് അതിന് പകരം ചോദിച്ചിട്ട് പകരം വാങ്ങണം. അത് അവൻ എന്നോട് ഇങ്ങനെ ചെയ്തതിന് എനിക്ക് അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അത് ചെയ്തിട്ട് മനസ്സിനെ സമാധാനിപ്പിക്കാനും നോക്കില്ല. ബൽ യുഫർരിഹു ഖൽബഹു അൻ മിൻ ദാലിക്. എന്നാൽ ഈ ഒരു അവസ്ഥയിൽ അവർ ചെയ്യുന്നത്, അല്ലെങ്കിൽ മഷ്ഹദു സലാമത്തി വബർദിൽ ഖൽബ് എന്ന് പറഞ്ഞാൽ, സലാമത്തിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അവരതോട് ഒഴിവാക്കും. അത് ആവശ്യമില്ല, അത് വിട്ടുകളയും, അത് അവർ ഉള്ളുന്ന അത് ഒഴിവാക്കിയിട്ടുണ്ടാവും. വയറ അന്ന സലാമത്തഹു വബർദഹു വഖുലുവഹു മിൻഹു അൻഫഉ ലഹു. അവർ മനസ്സിലാക്കും, ഇത് ആലോചിച്ച് ഞാൻ അങ്ങനെ ബേജാറായി ടെൻഷനായി നടക്കുന്നതിനേക്കാൾ അത് ഒഴിവാക്കി അത് അതിന്റെ പാട്ടിന് വിടലാണ് എനിക്ക് ഏറ്റവും ഉപകാരമുള്ള കാര്യം. അതായത് അവനവന്റെ ഉപകാരമാണല്ലോ, അവനവന്റെ കാര്യമാണ് നോക്കുക. അപ്പൊ ഇത് ഞാൻ ആലോചിച്ച് ബേജാറായി ആദ്യം കൽബിന് രോഗം ബാധിക്കും, പിന്നെ ശരീരത്തിന് രോഗം ബാധിക്കും, പിന്നെ അവനില്ലാത്ത അസുഖങ്ങൾ ഉണ്ടാവില്ല. ഒരാളോട് പകയും വിദ്വേഷമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ കൽബിന്റെ രോഗം ശരീരത്തിന് ബാധിക്കും, അറിയപ്പെട്ട കാര്യമാണ്. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് വിശദമായ കാര്യം ചർച്ച ചെയ്യുന്നുണ്ട്. കൽബിനൊരു രോഗം ബാധിച്ചോ, അതെന്തോ ആവട്ടെ, കൽബിന് ഹസദാവട്ടെ, അസൂയാവട്ടെ, ഹഖദ് പകയാവട്ടെ, അല്ലെങ്കിൽ പിന്നെ കിബറാവട്ടെ, ഇഷ്കാവട്ടെ, ഏത് രോഗം ബാധിച്ചാലും അത് ശരീരത്തിന് ബാധിക്കും. അതിന്റെ അടുത്ത അനന്തരഫലം ശരീരത്തിന് ഉണ്ടാവുക. അപ്പൊ അതുപോലെ ആ കാര്യമൊന്നും ആലോചിക്കില്ല, അവൻ മനസ്സിലാക്കും ഇത് ഒഴിവാകലാണ് എനിക്ക് നല്ലത് എന്നുള്ളത്. അവന് ഉപകാരത്തിനും ഏറ്റവും അവന് നല്ലതും ഏറ്റവും അവന് സന്തോഷം നൽകുന്നതൊക്കെ അത് ഒഴിവാക്കലാണ് എന്ന് അവന് മനസ്സിലാകും. അൽ മഷ്ഹദു സാബിഅ, ഏഴാമത്തേത് ഒരടിമ മനസ്സിലാക്കേണ്ടത് മറ്റുള്ളവരുടെ ഉപദ്രവം ഉണ്ടാകുമ്പോൾ മഷ്ഹദുൽ അംൻ, നിർഭയത്വം ഉണ്ടാവണം തനിക്ക് എന്നുള്ളതാണ്. ഒരാൾ ഉപദ്രവം മറ്റോ വാക്കുകൊണ്ട് പ്രവർത്തനം കൊണ്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് നിർഭയത്വം ഉണ്ടാകണം എന്നുള്ളത്. ഫൈനഹു ഇദാ തറക്കൽ മുഖാബലത വൽ ഇന്തിഖാം, ഇങ്ങോട്ട് ചെയ്തതിന് അങ്ങോട്ടും ഞാൻ ചെയ്യാണ് എന്നതിലേക്ക് പകരം വീട്ടാൻ നിൽക്കുക എന്നുള്ളത് ഒരാൾ ഒഴിവാക്കുകയാണ് എങ്കിൽ, ഇത് പറയുമ്പോൾ മനസ്സിലാക്കണം, ആരെങ്കിലും വഴി കൂടെ പോകുന്ന ഒരാൾ നമ്മൾ അടിക്കുന്ന കാര്യമല്ല കേട്ടോ പറയുന്നത്. നമ്മൾ ഇടപഴകുന്ന, നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന സൃഷ്ടികളിൽ നിന്നുണ്ടാകുന്ന ഉപദ്രവങ്ങളുണ്ടല്ലോ, ആ കാര്യങ്ങളാണ്. ഇത് കേട്ടിട്ട് ആരെങ്കിലും ഉപദ്രവിക്കാൻ വരുമ്പോൾ നോക്കിയേക്കാനോ അല്ലെങ്കിൽ വേറൊന്നും ചെയ്യരുത്, അതല്ല ഇതിന്റെ ഉദ്ദേശം. നമ്മൾ ഇടപഴകുന്ന ആളുകളുണ്ടല്ലോ, നമ്മൾ സമൂഹമായി ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന കുറെ കാര്യങ്ങളുണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ടിട്ടാണ് പറയുന്നത് മഷ്ഹദുൽ അംൻ, നിർഭയത്വത്തിന്റെ. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ എന്തെങ്കിലും ഇങ്ങോട്ട് ചെയ്തു, അപ്പൊ ഞാനും പകരം അങ്ങോട്ട് ചെയ്യണം എന്ന നിലക്കുള്ള കാര്യം ഒഴിവാക്കി കഴിഞ്ഞാൽ ആമിന മാ ഹുവ ശർറു മിൻ ദാലിക്, അവന് ബാധിച്ചതിനേക്കാൾ വലിയ ഷർറ് എന്നാണ് അവൻ നിർഭയനാകുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വൈദൻസഖമ വഖഅഹു അൽ ഖൗഫ് വലാ ബുദ്, ഇങ്ങോട്ട് ചെയ്തതിന് പകരം നമ്മൾ അങ്ങോട്ട് ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് എന്തായിരിക്കും, ഇനി അവൻ്റെ എന്തെങ്കിലും ഉണ്ടാവോ, അവനോട് ഇങ്ങോട്ട് ചെയ്യോ എന്നുള്ള പേടിയേ ഉണ്ടാവുള്ളൂ. നിർഭയത്വം അവന് നഷ്ടപ്പെടും. അതല്ല, അത് ആദ്യം തന്നെ ഒഴിവാക്കി കഴിഞ്ഞാൽ അവന് നിർഭയത്വം ഉണ്ടാവുകയും ചെയ്യും. അൽ മഷ്ഹദു സാമിൻ, എട്ടാമത്തേത് അവൻ മനസ്സിലാക്കേണ്ടത് മഷ്ഹദുൽ ജിഹാദ്, ജിഹാദിന്റെ മഷ്ഹദാണ്. അഥവാ ഇങ്ങോട്ടുണ്ടാകുന്ന ഇതുപോലുള്ള ഉപദ്രവങ്ങൾ അത് വിട്ടുകൊടുക്കുക, പുറത്തു കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യലൊക്കെ ഒരു ജിഹാദാണ് എന്ന് അവൻ മനസ്സിലാക്കണം. വഹുവ അൻ യശ്ഹദ തവല്ലുദ അദന്നാസി ലഹു മിൻ ജിഹാദിഹി ഫീ സബീലില്ലാഹ്, അതായത് ജനങ്ങളുടെ ഈ ഉപദ്രവങ്ങൾ ഇതെല്ലാം ഉണ്ടാകുന്നു എന്നുള്ളതൊക്കെ പിന്നെ ഇത് പ്രത്യേകമായി ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ആളുകളിൽ നിന്ന് ഉപദ്രവം ഉണ്ടാവുമല്ലോ, അഥവാ ദീനനുസരിച്ച് ജീവിച്ചതിന്റെ പേരിലോ ദീനിന് വേണ്ടി എന്തെങ്കിലും പ്രവർത്തിച്ചതിന്റെ പേരിലോ ഒക്കെ ആളുകളിൽ നിന്ന് ഉപദ്രവം ഉണ്ടാവുമല്ലോ. അങ്ങനെ ഉണ്ടാകുന്ന കാര്യങ്ങൾ അത് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദിന്റെ ഭാഗമാണ്.
വഅംരിഹിം ബിൽ മഅറൂഫ് നന്മ കൽപ്പിക്കുന്നതിന്റെ ഭാഗമാണ്, വനഹിയും അനിൽ മുൻകർ തിന്മ വിരോധിക്കുന്നതിന്റെ ഭാഗമാണ്, വഇഖാമത്തി ദീനില്ലാഹി വഇഇലാഇ കലിമാതിഹി അല്ലാഹുവിന്റെ ദീൻ നിലനിർത്താൻ അല്ലാഹുവിന്റെ കലിമത്ത് ഉയർത്താൻ പരിശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന കാര്യമാണ്, ഇതൊരു ജിഹാദിന്റെ ഭാഗമാണ് എന്നുള്ളത്. വസാഹിബു ഹാദൽ മഖാം ഈ ഒരു മഖാമിൽ നിൽക്കുന്ന ആള്, ജിഹാദിന്റെ മശ്ഹദ് അനുഭവിക്കുന്ന ഒരാള്, ഖദ് ഇശ്തറല്ലാഹു മിൻഹു നഫ്സഹു വമാലഹു വഇർദഹു ബിഅഅ്ലമിസ് സമൻ അവന്റെ സമ്പത്തും അവന്റെ അഭിമാനവും അവന്റെ സ്വന്തം ജീവനുമെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അതിമഹത്തായ മൂല്യമുള്ള ഒന്നിനു വേണ്ടി അവൻ വിറ്റതവന്, അഥവാ അത് നൽകിയിട്ട് അള്ളാഹുവിൽ നിന്ന് അതിലും വില കൂടിയ ഒന്നാണ് അവൻ വാങ്ങുന്നത് എന്നുള്ളത്, അഥവാ അള്ളാഹുവിന് വേണ്ടി ക്ഷമിക്കുന്നു എന്നർത്ഥം. അൽ മശ്ഹദു താസിഅ് ഒൻപതാമത്തേത് മശ്ഹദു നിഅമ ഇതൊരു അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കലാണ്. അതായത് നമ്മുടെ ചുറ്റുമുള്ള ആളുകളിൽ നിന്നുണ്ടാകുന്ന ഉപദ്രവങ്ങൾ, അതായത് ഈ കാര്യങ്ങളാവട്ടെ ഇബ്നു തൈമിയ്യ റഹിമഹുള്ള ഏകദേശം 20-22 കാര്യങ്ങൾ വേറെ കിതാബിൽ അദ്ദേഹത്തിന്റെ മജ്മുഉൽ തന്നെ പറയുന്നുണ്ട്. അതുപോലെയുള്ള കാര്യങ്ങളാവട്ടെ ഇത് നമ്മുടെ കുടുംബജീവിതത്തിൽ വരെ നമുക്ക് ഉപകാരപ്പെടും. നമ്മൾ ഭാര്യയും തമ്മിലുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ, അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങളും തമ്മിലുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ, നമ്മളും മാതാപിതാക്കളും തമ്മിലുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ, അയൽവാസികളുമായിട്ടുള്ള പ്രശ്നങ്ങളിൽ, അല്ലെങ്കിൽ സാമൂഹികമായിട്ടുള്ളതോ മതപരമായിട്ടുള്ളതോ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ളതോ, അഥവാ നമ്മൾ ജീവിക്കുന്ന രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിലുള്ള കാര്യങ്ങൾ, ആ കാര്യങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ പോലും ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ, അഥവാ ഇതിൽ പറയുന്ന ഈ മശ്ഹദുകൾ ഒരു മുസ്ലിം മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഒഴിവായി കിട്ടും. എല്ലായിടത്തും ബാധകമാകുന്ന കാര്യമാണ്. ഇതൊന്നും കേട്ടുപോകേണ്ട കാര്യമല്ല, ജീവിതത്തിൽ പകർത്തേണ്ട, ഈ ദർസ് കഴിഞ്ഞു പോകുമ്പോഴേക്കും നമ്മൾ ഉൾക്കൊള്ളേണ്ട കാര്യങ്ങളാണത്. പ്രത്യേകിച്ച് കുട്ടികൾ ഇത് മനസ്സിലാക്കുകയും ജീവിതത്തിൽ വളർത്തിയെടുക്കാനും ശ്രമിച്ചാൽ ഭാവിയിൽ വളരെയധികം ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ്. ഒൻപതാമത്തേത് പറയുന്നത് മശ്ഹദു നിഅമ ഒരാളുടെ ഉപദ്രവം ഉണ്ടായി എന്നുള്ളത് അത് നിഅമത്താണ്, അത് അനുഗ്രഹമാണ് എന്ന് മനസ്സിലാക്കുന്ന ഒരവസ്ഥ. എന്താണത്? വദാലിക മിൻ വുജൂഹിൻ അത് പലതരത്തിലുണ്ടാകും. അഹദുഹ ഒന്നാമത്തേത് അൻ യശ്ഹദ നിഅമത്തല്ലാഹി അലൈഹി ഫീ അൻ ജഅലഹു മദ്ലൂമൻ യതറഖബു അൻ-നസ്ർ. അതായത് ഇതൊരു അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കുന്നതിന്റെ ഒന്നാമത്തെ വജ്ഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അള്ളാഹുവിന്റെ അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കും. ഒരാളുടെ ഉപദ്രവം എങ്ങനെ? ഞാൻ മദ്ലൂമായി, ഒരാൾ നമ്മളെ ഉപദ്രവിച്ച് നമ്മളെന്തായി? മദ്ലൂമായി. മദ്ലൂമിന്റെ നേട്ടം എന്താ? മദ്ലൂമിന് അള്ളാഹുവിന്റെ സഹായം അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതായത് ആക്രമിക്കപ്പെട്ട ഒരുത്തന് അള്ളാഹുവിന്റെ സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആക്രമിക്കപ്പെട്ടവനാണ് നീയെങ്കിൽ നിന്റെ ദുആ ഉത്തരം ചെയ്യപ്പെടുന്ന അവസ്ഥയിലാണത്. മദ്ലൂമായ ഒരാള് അവൻ എന്ത് ദുആ ആണ് ചെയ്യുന്നത് അത് ഉത്തരം ചെയ്യപ്പെടുന്ന അവസ്ഥയിലാണ് ഉണ്ടാവുക. സഹായം ചെയ്യപ്പെടാൻ യോഗ്യനായ അവസ്ഥയിലേക്ക് അള്ളാഹു എനിക്ക് ഒരു നിഅമത്ത് തന്നു. വലം യജ്അൽഹു ബാലിമൻ യതറഖബുൽ മഖ്ത വൽ അഖദ് നിന്നെ എന്താക്കിയില്ല? വാലിമാക്കിയില്ല, അക്രമിയാക്കിയില്ല. നീ അക്രമിയായിരുന്നെങ്കിൽ എന്തായിരിക്കും? നിനക്ക് ശിക്ഷയാണ് ഉണ്ടാവുക. അപ്പോൾ അള്ളാഹുവിന്റെ സഹായം ലഭിക്കുന്ന ഒരാളാക്കി നിന്നെ മാറ്റി എന്നുള്ള നിഅമത്ത് ബോധ്യപ്പെടുക. വമിൻഹ മറ്റൊരു വജ്ഹ് അൻ യശ്ഹദ നിഅമത്തല്ലാഹി ഫി തക്ഫീരി ബിദാലിക മിൻ ഖതായ. രണ്ടാമത്തേത് ഒരാളുടെ ഉപദ്രവം ഉണ്ടായി, ഒരാളുടെ പെരുമാറ്റമോ അല്ലെങ്കിൽ സംസാരമോ അല്ലെങ്കിൽ പ്രവർത്തനമോ നമുക്ക് ഉപദ്രവമായി തീർന്നു കഴിഞ്ഞാൽ അത് അനുഗ്രഹമാകുന്നത് എങ്ങനെയാണ്? നിന്റെ പാപം പൊറുക്കാനുള്ള ഒരു കാരണമായി അത് മാറി. ഒരാൾ നിന്നെ ഉപദ്രവിച്ചാൽ, അല്ലെങ്കിൽ നിന്നെ കുറിച്ച് പരദൂഷണം പറഞ്ഞു, ഏഷണി പറഞ്ഞു, അല്ലെങ്കിൽ നിന്നെ വേദനിപ്പിച്ചു, അല്ലെങ്കിൽ നിന്നെ ഹക്ക് എന്തെങ്കിലും വീട്ടിയില്ല, ഏതെങ്കിലും എന്തോ ആവട്ടെ, അത് നിനക്കൊരു നിഅമത്താണ്. എങ്ങനെ? നിന്റെ പാവം പൊറുക്കാനുള്ള ഒരു കാരണമാണത്. നിന്റെ പാവം പൊറുക്കാൻ ഫൈന്നഹു മാ അസാബൽ മുഅ്മിന ഹമ്മുൻ വലാ ഗമ്മുൻ വലാ അദൻ ഇല്ലാ കഫറല്ലാഹു ബിഹി മിൻ ഖതായ. ഒരു മുഅ്മിൻ എന്തോ ആവട്ടെ, അവൻ എന്തൊരു ബേജാറാവട്ടെ, വേദനയാവട്ടെ, ബുദ്ധിമുട്ടുകളാവട്ടെ, എന്ത് ബാധിച്ചാലും അത് അവന്റെ പാപങ്ങൾക്കുള്ള പ്രായശ്ചിത്തമായി തീരും. അത് മനസ്സിലായി കഴിഞ്ഞാൽ അവന് മനസ്സിലാകും ഇതൊരു നിഅമത്താണെന്ന്. സുബ്ഹാനല്ലാഹ്, നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ഇങ്ങനൊരു കാര്യം ഒരാൾക്ക് ചെയ്യാൻ സാധിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാളെ നമ്മൾ ഒപ്പം ഉള്ള ഒരാളിൽ നിന്ന് ഉപദ്രവം ഉണ്ടാകുമ്പോൾ ഇത് എനിക്ക് നിഅമത്താണെന്ന് ഒരാൾക്ക് മനസ്സിലാക്കാൻ കൽബുകൊണ്ട് സാധിക്കുക എന്ന് പറഞ്ഞാൽ അയാളുടെ ഒരു ദർജ എന്താ അള്ളാഹുവിന്റെ അടുക്കല്? അയാളുടെ ഒരു സ്ഥാനം എന്താ അള്ളാഹുവിന്റെ അടുക്കല്? അത്രയും മാത്രമാണ്. ഏത് മേഖലയിലാവട്ടെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിച്ചാൽ മതി. മറ്റൊരു വജ്ഹ് ഒരു ഉപദ്രവം നിഅമത്താകുന്നത് വമിൻഹ അൻ യശ്ഹദ കൗന തിൽകൽ ബലിയ അഹ്വന വഅസ്ഹല മിൻ ഗൈരിഹാ. ഒരാൾ മനസ്സിലാക്കലാണ് അവൻ എന്ത് ഉപദ്രവമാണോ എന്ത് ദോഷമാണോ അവന് ബാധിച്ചത് അത് മറ്റൊന്നിനേക്കാൾ ലഘുവായതായിരിക്കും. അതായത് അവന് ബാധിച്ച ആ ദോഷമോ ഉപദ്രവമോ നോക്കിക്കഴിഞ്ഞാൽ അതിനേക്കാൾ വലുതല്ല, അതായത് വലിയ ഒന്നല്ല, അതിനേക്കാൾ ചെറുതാണിത് എന്നവൻ മനസ്സിലാക്കണം.
فإنه ما من محنة إلا وفوقها ما هو أقوى منها وأمر. എന്തൊരു ബുദ്ധിമുട്ടാവട്ടെ, എന്തൊരു ദോഷാവട്ടെ, എന്തൊരു പരീക്ഷണാവട്ടെ ഒരു മനുഷ്യന് ബാധിച്ചാൽ അതിനേക്കാൾ വലുത് എന്തെങ്കിലും ഉണ്ടാവും. അതായത് നമുക്ക് എന്ത് ദോഷം ബാധിച്ചു വിചാരിക്കാം, അതിനേക്കാൾ വലിയ ദോഷം അതിൻ്റെ അപ്പുറത്തുണ്ടാവും. ഇപ്പോൾ ഒരു രോഗം വന്നു, അതിനേക്കാൾ വലിയൊരു രോഗം അപ്പുറത്തുണ്ടാവും. അല്ലെങ്കിൽ വേറെന്തെങ്കിലും നഷ്ടപ്പെട്ടു, അതിനേക്കാൾ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ അതിൻ്റെ അപ്പുറത്തുണ്ടാവും. ഫൈലം യകുൻ ഫൗഖഹ മിഹ്നതുൻ ഫിൽ ബദൻ വൽ മാലി. ഇനി ഒരാൾക്ക് തോന്നുകയാണ് അവന്റെ ശരീരത്തിന് ബാധിക്കാത്ത ഒരു രോഗവുമില്ല, അവന്റെ സമ്പത്തെല്ലാം നശിച്ചുപോയി, അങ്ങനെയൊക്കെ വന്നു വിചാരിക്കുക. എന്നാലും അവന് സമാധാനിക്കാനുള്ള ഒരു മാർഗം എന്താ? ഫല്യൻദുർ ഇലാ സലാമത്തി ദീനിഹി വ ഇസ്ലാമിഹി വ തൗഹീദിഹി. അവന്റെ ദീൻ അവന് തെറ്റിപ്പോയിട്ടില്ല, ഇസ്ലാം പോയിട്ടില്ല, അതുപോലെ തന്നെ തൗഹീദ് പോയിട്ടില്ല. ഈ ഒരു അവസ്ഥ ഉണ്ടാവട്ടെ. അബൂ ഖിലാബ റഹിമഹുല്ലാ, അദ്ദേഹത്തിന്റെ ചരിത്രം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അദ്ദേഹം പിന്നെ ഒരു മരുഭൂമിക്കടുത്ത് അല്ലെങ്കിൽ പിന്നെ ഒരു മരുഭൂമിയിൽ അല്ലെങ്കിൽ വിജനമായ ഒരു പ്രദേശത്ത് അല്ലെങ്കിൽ ഒരു കടൽ തീരത്ത് അദ്ദേഹം ഒരു ടെന്റിനകത്ത്, അദ്ദേഹത്തിന് 2 കാലുകളില്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ ഒക്കെ വലിയ ശിഷ്യനാണ്, ഹദീസിലെ റാവിയാണ്. അദ്ദേഹത്തിന്റെ ഹദീസിന്റെ വലിയ റാവിമാരിൽപ്പെട്ട അദ്ദേഹത്തിന്റെ സനദിലേക്ക് എത്തുക എന്നുള്ളതൊക്കെ ഹദീസിന്റെ ഉസൂൽ ഹദീസിൽ സനദിന് അസീസായ സനദാക്കി മാറ്റുന്ന വലിയ സനദുള്ള വ്യക്തിയാണ് അദ്ദേഹം. 2 കാലുകളുമില്ലാതെ 2 കൈകളുമില്ലാതെ ചെവി ശരിക്ക് കേൾക്കാതെ, കേൾവി കുറഞ്ഞ്, കണ്ണിന് കാഴ്ചയില്ല, ചെവിയുടെ കേൾവി കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒറ്റക്ക് കിടക്കുന്ന സമയത്തും അൽഹംദുലില്ലാ അൽഹംദുലില്ലാ എന്ന് പറയുമ്പോൾ ആ വഴി പോയ മറ്റൊരു വ്യക്തി ഇത് കേട്ടു. അള്ളാഹു എനിക്ക് നൽകിയ നിഅമത്തുകൾക്ക് ഹംദ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു ദുആ പറയുന്നുണ്ട്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ മറ്റോ ദുആ, അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി എന്ന്. അപ്പോൾ വന്നൊരാൾ ചോദിച്ചു, എന്താണ് നിങ്ങൾക്ക് ഇത്ര ഈ അവസ്ഥയിൽ എന്ത് അനുഗ്രഹമാണ്? അപ്പോൾ പറഞ്ഞു, എന്റെ ആകാശത്തു നിന്ന് ഒരു തീക്കട്ട വീണാലും അല്ലെങ്കിൽ പർവ്വതം എന്റെ മേലെ വീണാലും ഞാൻ എന്റെ ആശയം പറയാട്ടോ, കടലിലേക്ക് ഞാൻ വീട് നശിച്ചു കളഞ്ഞാലും ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കും. കാരണം അള്ളാഹുവിനെ ദിക്ർ ചെയ്യാനുള്ള നാവ് എനിക്ക് അള്ളാഹു ഇപ്പോഴും നൽകിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഈമാനുണ്ട് ആ നിലക്ക്. എന്നിട്ട് അദ്ദേഹത്തിന്റെ ആകെ ഉണ്ടായിരുന്ന കുട്ടിയായിരുന്നു, അദ്ദേഹത്തിന് വുദു എടുപ്പിച്ചു കൊടുക്കാനും കാര്യങ്ങൾ നോക്കാനും. അപ്പൊ എന്റെ മകൻ പോയിട്ട് കുറെ ആയി, അവനെ കാണാനില്ല, ഒന്ന് അന്വേഷിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ വന്ന വ്യക്തിയെ അന്വേഷിക്കാൻ വേണ്ടി പോയപ്പോൾ കാണുന്നത് ചെന്നായ്ക്കളോ കഴുകന്മാരോ കൊത്തിവലിച്ച് തിന്നു തീർത്ത കുറച്ച് മാംസ കഷ്ണങ്ങൾ മാത്രമാണ് ഈ അബൂ ഖിലാബയുടെ മകനെ. അപ്പൊ ഈ വിവരം വന്നിട്ട് അബൂ ഖിലാബയോട് പറയാൻ ഇദ്ദേഹത്തിന് സാധിക്കുന്നില്ല. അപ്പോ പിന്നെ ഓരോ കാര്യങ്ങൾ പറയാണ്. അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ പരീക്ഷണം ഉണ്ടായിട്ടില്ലേ, ബാക്കിയുള്ള ഓരോ പരീക്ഷണങ്ങൾ പറഞ്ഞു. അപ്പൊ അബൂ ഖിലാബ് പറഞ്ഞു, നീ വേഗം കാര്യം പറയും, എന്താണ് പറഞ്ഞു. നിങ്ങളുടെ മകൻ എങ്ങനെ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അബൂ ഖിലാബ അൽഹംദുലില്ലാ എന്ന് പറയാൻ, അവരവസ്ഥ ആലോചിച്ച് നോക്കണം, അൽഹംദുലില്ലാ എന്ന് പറയാൻ. എന്നിട്ട് പറഞ്ഞു, എന്റെ സന്താനങ്ങളിൽ നരകാവകാശി ഒരാളുണ്ടാക്കിയില്ലല്ലോ, കുട്ടിയായിട്ടല്ലേ മരിച്ചത്, നരകാവകാശി ആയില്ലല്ലോ അവനെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം മരണപ്പെടുകയും ഈ വന്ന വ്യക്തിക്ക് ഇത് ആരാന്നറിയില്ല. അപ്പൊ കുറച്ച് ആളുകൾ എങ്ങനെ കഫൻ ചെയ്യുമെന്ന് അറിയാതെ നിൽക്കുമ്പോൾ കുറച്ച് ആളുകൾ ആ വഴി വരുമ്പോൾ അവർ കണ്ടു. അപ്പോൾ ആ അബൂ ഖിലാബയെ കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ നെറ്റി ചുംബിക്കുകയും ആ കണ്ണടച്ചു കൊടുക്കുകയും ചെയ്തിട്ട് പറഞ്ഞു, ഇത് ഇബ്നു അബ്ബാസ്, ഒരു ഹറാമിലേക്ക് നോക്കാത്ത അല്ലെങ്കിൽ ശ്രേഷ്ഠനായിട്ടുള്ള വ്യക്തിയാണ്, അബൂ ഖിലാബയാണ്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ശിഷ്യനാണെന്ന് പറഞ്ഞ് അവിടെ ജനാസ മറവ് ചെയ്ത സംഭവം കാണാം. വളരെ ചിന്തിക്കേണ്ട അല്ലെങ്കിൽ നമ്മുടെ കൽബിൽ തട്ടുന്ന ചരിത്രമാണ് അബൂ ഖിലാബ റഹിമഹുള്ളയുടെ. ഞാൻ സാഹചര്യവശാൽ ഇത് വായിച്ചപ്പോൾ പറഞ്ഞതാണ്. അപ്പോൾ എന്തൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാലും നമ്മുടെ ദീനും ഇസ്ലാമും ബാക്കിയുണ്ട് എന്നുള്ളതിന് എന്താണ്? അൽഹംദുലില്ലാ. അത് ആലോചിച്ചാൽ തന്നെ നമുക്ക് നിയമത്തെ മനസ്സിലാക്കും. വന്ന കുല്ല മുസീബത്തിൻ ദൂന മുസീബത്തി ദീൻ ജലലുൻ. ദീനിന് ബാധിക്കാത്ത ദീനിന്റെ മുസീബത്തിനേക്കാൾ മറ്റുള്ള മുസീബത്തുകളെല്ലാം എന്താണ്? ദീന്റെ മുസീബത്ത് വെച്ച് മറ്റുള്ള മുസീബത്ത് നോക്കുകയാണെങ്കിൽ അതൊന്നുമല്ല, അതൊക്കെ സഹിക്കുക. അതായത് ബാക്കിയുള്ളതൊക്കെ സഹിക്കുക. ഒരാൾ നിരീശ്വരവാദിയായി പോവുകയാണ്, ഒരാൾ കുഫറിലേക്ക് പോവാണ്, ഷിർക്കിലേക്ക് പോവാണ്, ബിദ്അത്തിലേക്ക് പോവാണ്, മഅസിയത്തിലേക്ക് പോവാണ്. അതൊന്നുമില്ലാതെ എന്ത് മാരകരോഗം ബാധിച്ച് തൗഹീദും ഇസ്ലാമിലുമായി ജീവിക്കാൻ സാധിച്ചാൽ ഇതിനെ വെച്ച് നോക്കുമ്പോൾ, അഥവാ പിന്നെ ദീന് നഷ്ടപ്പെടുന്നത് വെച്ച് നോക്കുമ്പോൾ ഇത് എത്രയോ നിസ്സാരമാണ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ആലോചിച്ചു കഴിഞ്ഞാൽ ഒരാളുടെ ഉപദ്രവം വലിയൊരു നിഅമത്താണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഒമിൻഹ, മറ്റൊരു വജ്ഹ് കൂടി പറയുന്നുണ്ട്, തൗഫിയത്തു അജ്രിഹാ വ സവാബിഹാ യൗമൽ ഫഖ്ർ വൽ ഖാഫ. എല്ലാ നഷ്ടം ബോധ്യപ്പെടുന്ന പരലോകത്ത് ഈ ഉപദ്രവം കാരണത്താൽ ഇതിന് പ്രതിഫലം കിട്ടുമല്ലോ. നമ്മൾ ക്ഷമിച്ചു കൊടുത്താലും വിട്ടുവീഴ്ച ചെയ്താൽ ഇതിന് പ്രതിഫലം കിട്ടുമല്ലോ. ആ ദിവസത്തിൽ ഇതൊരു പ്രതിഫലമായി ഉണ്ടാകുമല്ലോ എന്ന് മനസ്സിലാക്കുമ്പോൾ എന്താണ്? അതൊരു നിഅമത്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇതെല്ലാം വ്യത്യസ്ത നിഅമത്താണെന്ന് മനസ്സിലാക്കുന്നതിന്റെ മശ്ഹദിൽ പെട്ടിട്ടുള്ളതാണ്. അൽ മശ്ഹദുൽ ആശിർ, 10ാമത്തേത്. 11 വായിച്ചിട്ട് തീർക്കാം, ഈ ഫസ്ല് തീരും. 10ാമത്തേത് മശ്ഹദുൽ ഉസ്വതി വഹുവ മശ്ഹദുൻ ലതീഫുൻ ശരീഫുൻ ജിദ്ദൻ. നല്ല മാതൃകയാവുക അല്ലെങ്കിൽ നല്ല മാതൃകയുള്ളവരെ പിൻപറ്റുന്ന ഒരവസ്ഥ. ഒരാൾ ഈ ഒരു മറ്റുള്ളവരുടെ ഉപദ്രവത്തിൽ അവൻ മനസ്സിലാക്കേണ്ടത്, ഞാൻ നല്ലൊരു മാതൃകയാകണം,
അല്ലെങ്കിൽ എനിക്ക് മുമ്പുള്ള മാതൃക കാണിച്ച ആളുകൾക്ക് പിൻപറ്റുന്ന ഒരാളായി ഞാൻ തീരണം എന്നുള്ളത്. فإن العاقل اللبيب يرضى أن يكون له أسوة برسل الله وأنبيائه وأوليائه وخاصته من خلقه. ബുദ്ധിയുള്ള ഒരാളാണ് എങ്കിൽ അവൻ തൃപ്തിപ്പെടുന്ന ഒരു കാര്യമാണ് അള്ളാഹുവിന്റെ റസൂലുകളും അമ്പിയാക്കളും ഔലിയാക്കളും അതുപോലെ തന്നെ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ പ്രത്യേകം സ്ഥാനമുള്ള ആളുകളെല്ലാം അവരെ മാതൃകയാക്കുക, അല്ലെങ്കിൽ അവരെ പോലെ ആവുക, അവരെ പോലെ മാതൃകയുള്ളവനാവുക എന്നുള്ളത് എല്ലാവരും തൃപ്തിപ്പെടുന്ന, ബുദ്ധിയുള്ള ഒരാൾ തൃപ്തിപ്പെടുന്ന കാര്യമാണ്. എന്നിട്ട് പറയാണ് ഫൈന്നഹും അശദ്ദുൽ ഖൽഖി ഇംതിഹാനം ബിന്നാസ്. ജനങ്ങളിൽ ഏറ്റവും പരീക്ഷിക്കപ്പെട്ടവരാരാണ്? മറ്റുള്ളവരെ കൊണ്ട് ഉപദ്രവം കൊണ്ടൊക്കെ ഏറ്റവും പരീക്ഷിക്കപ്പെട്ട ആളുകൾ ആരാണ്? ഈ പറഞ്ഞ അമ്പിയാക്കളും ഔലിയാക്കളും സ്വാലിഹ്യങ്ങളും എല്ലാമാണ്. വഅദന്നാസി ഇലൈഹിം അസ്റഉ മിനസ്സൈലി ഫിൽ ഹുദൂർ. ഒഴുകി പൊട്ടിയൊലിച്ചു വരുന്ന അല്ലെങ്കിൽ കുത്തിയൊലിച്ചു വരുന്ന വെള്ളം പോലെ അതിനേക്കാൾ വേഗത്തിലാണ് ഈ അമ്പിയാക്കൾക്കെല്ലാം ഉപദ്രവങ്ങൾ ബാധിച്ചിട്ടുള്ളത്. വയക്ഫി തദബ്ബുറു ഖസസിൽ അംബിയാഇ മഅ ഉമമിഹിം. ഓരോ നബിമാർക്കും അവരുടെ ഉമ്മത്തിൽ നിന്നുണ്ടായ ഉപദ്രവങ്ങൾ അതിന്റെ ചരിത്രം കേൾക്കുക, പഠിക്കുക എന്നുള്ളത്. വശഅനി നബിയിനാ സല്ലല്ലാഹു അലൈഹി വസല്ലം വഅദാഇഹി ലഹു ബിമാ ലം യുഅദ ബിഹി മൻ ഖബ്ലഹു. മുമ്പൊരാൾക്കും നേരിടേണ്ടി വരേണ്ടതില്ലാത്ത വിധം പരീക്ഷണങ്ങൾ നേരിട്ട നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചരിത്രം തന്നെ മതിയായതാണ്. അതായത് മുമ്പുള്ള നബിമാർക്ക് അവരുടെ ഉമ്മത്തിൽ നിന്നുണ്ടായ ഉപദ്രവങ്ങളുടെ ചരിത്രം നമ്മൾ കേട്ട് കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ വേറൊരു നബി ഉപദ്രവിക്കപ്പെട്ടിട്ടില്ല എന്ന്. അത്രത്തോളം പരീക്ഷിക്കപ്പെട്ട, ജനങ്ങളിൽ നിന്ന് ഇത്രത്തോളം ഉപദ്രവിക്കപ്പെട്ട വേറൊരു നബി ഇല്ലാന്ന്. ആ ചരിത്രമെല്ലാം കേട്ട് കഴിഞ്ഞാൽ എന്ത് മതി മാതൃകയാക്കാൻ സാധിക്കാം, അത് മതിയായതാണ്. വഖദ് ഖാല ലഹു വറഖത്ത് ബിൻ നൗഫൽ. വറഖത്ത് ബിൻ നൗഫലിന്റെ അടുത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഖദീജ ബീവിയും വഹീന്റെ ആദ്യ സമയത്ത് ചെന്ന സമയത്ത് അവിടുന്ന് പറഞ്ഞു, ലതുകദ്ദബന്ന വലതുഖറജന്ന വലതുദയൻ. നീ കളവാക്കപ്പെടും, ഉറപ്പാണ്, സംശയമല്ല. നിന്നെ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെടും, നിന്നെ പല രീതിയിൽ ഉപദ്രവിക്കുന്ന അവസ്ഥയുണ്ടാകും. വഖാല ലഹു, അപ്പൊ പറഞ്ഞു, എന്നിട്ട് ആ കൂട്ടത്തിൽ വറഖത്ത് ബിൻ നൗഫൽ പറഞ്ഞു, മാ ജാഅ അഹദുൻ ബിമിസ്ലി മാ ജിഅത ബിഹി ഇല്ലാ ഊദിയ. നീ കൊണ്ടുവന്നതുപോലെ കൊണ്ടുവന്ന എല്ലാവരും മറ്റുള്ള ആളുകളാൽ ശത്രു ഏൽക്കേണ്ടി വന്ന, ഉപദ്രവങ്ങൾ ഏൽക്കേണ്ടി വന്ന ആളുകളാണ്. അഥവാ നബിമാർ അത്രയും ചുറ്റുമുള്ള ജനങ്ങളിൽ നിന്ന് ഉപദ്രവം നേടിയിട്ടുണ്ട്. വഹാദാ മുസ്തമിറുൻ ഫീ വറസതിഹി കമാ കാന ഫീ മുവരിസിഹിം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ നബിമാർ അനന്തരമാക്കി വെച്ചിട്ടുള്ള ഈ കാര്യം ഈ അനന്തരമായി സ്വീകരിക്കുന്ന ആളുകൾക്കുണ്ടാവും. അഥവാ നബിമാരാണ് ഇങ്ങനെയുള്ള ജനങ്ങളുടെ ഉപദ്രവം ഉണ്ടാവും എന്നുള്ളത് ഇവിടെ അനന്തരമായിട്ട് ഇട്ടിട്ടുള്ളത്. അപ്പൊ ആ നബിമാരുടെ അനന്തരപാത സ്വീകരിക്കുന്ന ആളുകൾക്ക് എന്തുണ്ടാവും? ജനങ്ങളിൽ നിന്നുള്ള ഉപദ്രവം ഉണ്ടാവും, അതിന് സംശയമില്ല, അതുണ്ടാകും. അഫലാ യർദൽ അബ്ദു അൻ യകൂന ലഹു ഉസ്വതൻ ബിഖിയാരി ഖൽഖില്ലാ. ഒരടിമ അവൻ ഇഷ്ടപ്പെടുന്നില്ലേ ഈ സൃഷ്ടികളിൽ ഏറ്റവും ഉത്തരമാരായിട്ടുള്ള ആ നബിമാരുടെ മാതൃക പോലെ ആകാൻ വേണ്ടി അവർ ഇഷ്ടപ്പെടുന്നില്ലേ? വഖവാസി ഇബാദിഹി, അള്ളാഹുവിന്റെ അടിമകളിൽ പ്രത്യേകമായിട്ടുള്ള ഔലിയാക്കളെയും സ്വാലിഹ്യങ്ങളെയും പോലെ അലംസൽ ഫലംസൽ, അതുപോലെ ഉത്തമമായ മാതൃക പോലെ ആകാൻ ഇഷ്ടപ്പെടുന്നില്ലേ എന്നുള്ളത്. അഥവാ ജനങ്ങളുടെ ഉപദ്രവങ്ങളിൽ ക്ഷമിച്ചവരിൽ ഒന്നാമതായി നിൽക്കുന്ന ആരാണ്? നബിമാരാണ്. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഒരു ഹദീസിൽ പറയുന്നുണ്ട്, മുൻഗാമികളായ ഒരു നബിയെ പറ്റി പറയുന്നിടത്ത് പറയാണ്, അവരുടെ നബിയെ ആ സമൂഹം ഉപദ്രവിച്ചിട്ട് രക്തം വാർന്നൊലിക്കുകയാണ് കവിളിലൂടെ. അപ്പൊ ആ രക്തം തുടച്ചുകൊണ്ട് ആ നബി പറയാണ്, അല്ലാഹു എന്റെ ഖൗമിന് നീ പുറത്തു കൊടുക്കണമേ, വഇന്നഹും ലാ യഅലമൂൻ, അവർ അറിവില്ലാത്ത ആളുകളാണ്. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, ഈ നബി 3 കാര്യങ്ങളാണ് ചെയ്തത്. 3 കാര്യങ്ങൾ. ഒന്ന്, ആ നബി പുറത്തു കൊടുത്തു, അവരിൽ നിന്നുള്ള ഉപദ്രവം ആ നബി പുറത്തു കൊടുത്തു. അഥവാ ഇസ്ലാമിനെതിരായിട്ടുള്ള ശത്രുക്കളിൽ നിന്നുണ്ടായതാണ്, നബി പുറത്തു കൊടുത്തു. രണ്ടാമത്തേത്, അവർക്ക് പുറത്തു കൊടുക്കണമെന്ന് ദുആ ചെയ്തു. മൂന്നാമത്തേത്, അവർക്കൊരു ഉദ്ർ അള്ളാഹിനോട് പറയുകയും ചെയ്തു. അള്ളാഹ് അറിവില്ലാത്തതുകൊണ്ട് അവർ ചെയ്തത്. സുബ്ഹാനല്ലാഹ്. ഈ നബി ആ കാഫിര്യങ്ങളും മുശ്രിക്കുകളായ ആളുകളോട് ചെയ്ത ഈ ഒരു കാര്യം ഇന്ന് മുസ്ലിമീങ്ങൾ പരസ്പരം ചെയ്തിരുന്നെങ്കിൽ മുസ്ലിമീങ്ങൾ തമ്മിൽ തെറ്റാതെയും ഒരേ സ്വപ്പിൽ നിൽക്കാതെയും ദീനിന്റെ പേരിൽ തമ്മിൽ തല്ലാതെയൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുമായിരുന്നു. കാരണം അങ്ങനെയെങ്കിലും മനുഷ്യന്മാർ തമ്മിലുള്ള ബന്ധം നന്നാക്കിയാൽ മതി. ഇത് നബി ചെയ്തൊരു കാര്യമാണ്, ഇതൊരു മാതൃകയല്ലേ? നമ്മൾ ആലോചിച്ച് നോക്കി, നമ്മൾക്ക് ഇങ്ങോട്ട് ഉപദ്രവിച്ച ഒരാൾക്ക് നമ്മൾ പുറത്തു കൊടുക്കുക, അയാൾക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യുക, അയാൾക്ക് വേണ്ടി ഒരു ഉദ്ർ അള്ളാഹുവിനോട് ബോധ്യപ്പെടുത്തുക. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹത്തെ മജ്മൂഉൽ ഫതാവയിൽ പറയുന്നുണ്ട്, അങ്ങേയറ്റം തൗഫീഖ് ലഭിച്ച, അങ്ങേയറ്റം ഉത്തമ സ്വഭാവമുള്ള ശ്രേഷ്ഠരായ ഖൽബുള്ള ആളുകൾക്ക് മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് നബിമാർ അങ്ങനെ ചെയ്തിട്ടുള്ളത്. 11-ാമത്തേത് അൽ മഷ്ഹദു അൽ ഹാദി അശർ
11ാമത്തേത് അവൻ മനസ്സിലാക്കേണ്ടത് വഹുവ അജല്ലുൽ മശാഹിദി വർഫഉഹ, ഇതിൽ ഏറ്റവും ഉന്നതമായിട്ടുള്ളത് മഷ്ഹദു തൗഹീദ്. അവൻ തൗഹീദ് അവന് മനസ്സിലാക്കും. തൗഹീദ് അഥവാ സൃഷ്ടികളിൽ നിന്നുള്ള ഉപദ്രവം ഉണ്ടാകുമ്പോൾ തൗഹീദ് അവന് ശരിക്കും ബോധ്യപ്പെടും. ഫൈദം തല, അല്ലെങ്കിൽ തൗഹീദ് അവന് ബോധ്യപ്പെടണം. എന്നിട്ട് പറയാണ് ഫൈദം തല ഖൽബുഹു ബിമഹബ്ബത്തില്ലാ വൽ ഇഖ്ലാസി ലഹു, ഒരാളുടെ ഖൽബ് അല്ലാഹുവിനോടുള്ള ഇഷ്ടം കൊണ്ടും അല്ലാഹുവിനോടുള്ള ഇഖ്ലാസ് കൊണ്ടും വമുആമലതിഹി വഈസാരി മർദാതിഹി വതഖർറുബി ഇലൈഹി, അള്ളാഹുവിന് വേണ്ടി കർമ്മങ്ങൾ ചെയ്യുന്നതിലും അള്ളാഹുവിന്റെ തൃപ്തിക്ക് മറ്റെന്തിനേക്കാളും സ്ഥാനം കൊടുക്കുന്നതിലും അള്ളാഹുവിലേക്ക് അടുപ്പം നേടുന്നതിലും, അതുകൊണ്ടാണ് ഒരാളെ കൽബ് നിറഞ്ഞത് എങ്കിൽ വഖറത്ത് ഐനുഹു ബില്ലാ, അവന്റെ കൺകുളിർമ എന്നുള്ളത് അള്ളാഹുവിനെ കൊണ്ടാണ് ഉണ്ടാകുന്നത്. വബ്തഹജ ഖൽബുഹു ബിഹുബ്ബിഹി വൽ ഉൻസി ബിഹി വൽ ഇത്മിനാനി ഇലൈഹി, അവന്റെ ഖൽബിന്റെ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിനോടുള്ള ഇഷ്ടവും അള്ളാഹുവിനോടുള്ള അടുപ്പവും അള്ളാഹുവിനെ കൊണ്ട് സമാധാനം കൊള്ളുന്നതിലുമാണ്. അഥവാ അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്നതിലാണ്. വസകന ഇലൈഹി, അള്ളാഹുവിനെ കൊണ്ടാണ് അവന്റെ ഖൽബ് ശാന്തമാകുന്നത്. വഷ്താഖ ഇലാ ലിഖാഇഹി, അള്ളാഹുവിനെ കാണാൻ അതിയായ ആഗ്രഹം കൊണ്ടാണ് അവൻ നടക്കുന്നത്. വത്തഖദഹു വലിയൻ ദൂന മാ സിവ, അള്ളാഹുവിനെ മാത്രമാണ് അവൻ വലിയായി സ്വീകരിച്ചിട്ടുള്ളത്, മറ്റൊരാളെയും അവൻ വലിയായി സ്വീകരിച്ചിട്ടില്ല. ബിഹൈസു ഫവ്വദ ഇലൈഹി ഉമൂറഹു കുല്ലഹ, അവന്റെ കാര്യങ്ങളെല്ലാം അവൻ അള്ളാഹുവിനെ ഏൽപ്പിച്ചു കൊടുക്കുന്ന അവസ്ഥയിൽ. വറദിയ ബിഹി വബി അഖ്ദിയതിഹി, അള്ളാഹുവിനെ കൊണ്ടും അള്ളാഹു വിധിക്കുന്ന കാര്യത്തെ കൊണ്ടും തൃപ്തിപ്പെടുന്ന അവസ്ഥയാണ് അവനുണ്ടാവുക. ഫഇന്നഹു ലാ യബ്ഖാ ഫീ ഖൽബിഹി മുത്തസിഉൻ ലിശുഹൂദി അദന്നാസി ലഹുൽ ബത്ത, ഇങ്ങനെ തൗഹീദ് ഒരാളുടെ ഖൽബിൽ ഉറച്ചിട്ടുണ്ട് എങ്കിൽ ജനങ്ങളുടെ ഉപദ്രവം കൊണ്ടുണ്ടാകുന്ന ഒരു അവസ്ഥ അവന്റെ ഖൽബിൽ ഒന്നും തന്നെ ബാക്കി ഉണ്ടാവില്ല. അത് ജനങ്ങളുടെ ഉപദ്രവം അവനെ ബാധിക്കുന്ന ഒരു കാര്യമേ ആവുകയില്ല. അതിൽ എല്ലാം അവന് കിട്ടുന്ന ഏറ്റവും മഹത്തരമായിട്ടുള്ള അവസ്ഥയായിരിക്കും അള്ളാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ഈ പറഞ്ഞ നിലക്കുള്ള ഒരു നിലപാട് എന്നുള്ളത്. അപ്പൊ ഈ കാര്യങ്ങൾ ജനങ്ങളുടെ ഉപദ്രവങ്ങളിൽ നിന്ന് ഉണ്ടാകുമ്പോൾ ഒരാൾക്ക് ഉണ്ടാകേണ്ടതാണ്. ഈ ഗുണങ്ങളുണ്ടോ? അവന്റെ സ്വഭാവം ആലോചിച്ച് വെക്കും. അവനേക്കാൾ നല്ല സൽസ്വഭാവി ആരാ ഉണ്ടാവുക? അവനേക്കാൾ നല്ല ഗുണങ്ങളുള്ള ഒരു വ്യക്തി ആരാ ഉണ്ടാവുക? അതുകൊണ്ടാണ് സ്വഭാവത്തെ നന്നാക്കുന്നതിൽ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ ഈ കാര്യങ്ങളെ പരാമർശിച്ചിട്ടുണ്ടാവുക. അല്ലാഹു അഅലം. അടുത്ത മൻസിലത്തു തവാദു ആണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ദർസിൽ വായിക്കാം. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك وصلى الله على نبينا محمد وعلى آله وأصحابه أجمعين والحمد لله رب العالمين.